എല്ലാ കുഞ്ഞുങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇവിടെ മാതാപിതാക്കൾ ഇവർ നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. പാസ്റ്റർ സാജനായി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്ന് നമ്മെ എവരെയും നടത്തിയും സഹായിക്കുകയും ചെയ്യട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല സ്നാനപ്പെട്ടത് IPCയിലായിരുന്നു. എന്നാൽ കട്ടക്കട ഏരിയയിൽ IPC ചർച്ച് ഇല്ലാതെ എൻ്റെ മമ്മിയുടെ സിസ്റ്റർ AG മെമ്പറായിരുന്നു. അവരെന്നോട് പറഞ്ഞടാ, പഴയ പാരമ്പര്യത്തിൽ എൻ്റെ മമ്മി CSA കാരിയാണ്, പപ്പ ഹിന്ദു ആയിരുന്നു. പപ്പ പിന്നത്തേതിൽ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ കടന്നു വന്നു. വീട്ടിൽ നിന്ന് ആദ്യം സ്നാനപ്പെട്ട ഞാനാണ്. വീട്ടുകാരുടെ പാരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ, അവരുടെ പെർമിഷൻ ചോദിക്കാതെ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. മാസങ്ങൾക്കുള്ള പ്രസംഗിച്ചു തുടങ്ങി. സോ എൻ്റെ മമ്മിയുടെ സിസ്റ്റർ ആൻറ്റി പറഞ്ഞു, കൂട്ടായ്മയില്ലെങ്കിൽ നിനക്ക് വളരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ മാവേലിക്കര ഏരിയയിലുള്ള ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെൻ്റെ അറിയാമെന്ന് അറിയത്തില്ല. ഒരു ഉയരം കുറഞ്ഞ ഈസ് എ ബൈബിൾ പണ്ഡിതൻ. സക്കറിയ സാറിൻ്റെ അവിടെ PN സക്കറിയ സാറിൻ്റെ ഒരു ക്ലോസ് ബഡിയായിരുന്നു പാസ്റ്റർ ജോസ്. അദ്ദേഹം ആ ചർച്ചിലായിരിക്കുമ്പോഴാണ് ഞാൻ AG മെമ്പർഷിപ്പ് സ്വീകരിച്ചു. പിന്നെ ലോങ് ഇയേഴ്സ് എൻ്റെ മാതാപിതാക്കൾ അസംബ്ലീസ് ഓഫ് ഗോഡ് കട്ടക്കട ചർച്ചിൽ വളരെ ആക്റ്റീവായി ദൈവസഭയ്ക്ക് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്ത് ചർച്ചിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയല്ല, അങ്ങോട്ട് ചർച്ചിന് വേണ്ടി കൊടുത്ത് കമാൻ ദൈവകൃപയാൽ അവർ നിൽക്കുകയുണ്ടായി. ഇന്നും എൻ്റെ പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നെങ്കിലും മാതാവ് സ്റ്റിൽ അവർ വളരെ ആക്റ്റീവാണ്. സ്തോത്രം. എന്നാൽ 2007 ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരു ഫെലോഷിപ്പ് ഞങ്ങൾ ആരംഭിച്ചു. സ്തോത്രം. 2005 മുതൽ 2007 വരെ ട്യൂസ്ഡേ ഒരുമിച്ച് കൂടി വന്നു. 2007 മുതൽ ആ കൂട്ടായ്മയിൽ രക്ഷിക്കപ്പെട്ട ആ കൂട്ടായ്മയിൽ തന്നെ സ്നാനപ്പെട്ട 8 പേരുമായി സൺഡേ വർഷിപ്പ് ആരംഭിച്ചു. 8 പേരുമായി. ഇന്ന് ബൈ ഗോഡ്സ് ഗ്രേസ് വേറെ ചർച്ചിലുള്ള ആൾക്കാരെ ഞങ്ങൾ കയറ്റത്തില്ല. അവിടെ ഇന്ന് 1500-ലധികം പേര് സ്നാനപ്പെട്ട മെമ്പേഴ്സ് ദൈവകൃപയാലുണ്ട്. അസൂയ ഉള്ളവരുണ്ടല്ലോ സാജൻ പാസ്റ്ററെ. 5 വർഷിപ്പാണ് നമുക്കുള്ളത്. റിയലി ഐ മിസ് ഹിം. രാവിലെ 6 മണിക്ക് തുടങ്ങുന്നതായ മീറ്റിങ്സ് 5 ആരാധനകളാണ്. സ്തോത്രം. രാത്രി 10 മണി വരെയും ഉള്ളത്. സ്തോത്രം. അതെ, ഈ ഹാളിനേക്കാൾ ഒരു പകുതി കൂടെ വലിപ്പമുള്ളതായ ഒരു ഹാളാണ്. 450 പേരുടെ കപ്പാസിറ്റിയേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരാൻ പറ്റത്തില്ല ഇത്രയും പേർക്ക്. അതുകൊണ്ട് ട്രിവാൻഡ്രം സിറ്റിക്ക് പുറത്ത് 3 ഏക്കർ 11 സെൻറ്റ് സ്ഥലം കഴിഞ്ഞ വർഷം ഞങ്ങൾ മേടിച്ചു. സ്തോത്രം. അതിൻ്റെ ബിൽഡിംഗ് വർക്കിൻ്റെ ആരംഭത്തിലാണ് ആയിരിക്കുന്നത്. ഞാൻ പറയുന്ന ഫണ്ട് റൈസിങ്ങിനല്ല, നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഐം സോറി. സ്തോത്രം. കിണർ കുത്തി ഗ്രൗണ്ട് ലെവൽ ചെയ്തു. വേഗത്തിൽ അതിൻ്റെ പണി ദൈവത്തിൻ്റെ കൃപയാൽ ആരംഭിക്കുകയാണ്. 25,000 സ്ക്വയർ ഫീറ്റ് ഉള്ളതായ നല്ലൊരു ഓഡിറ്റോറിയം ദൈവകൃപയാൽ പണിയുന്നു. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. FS ലേഖനം 6-ാം അധ്യായം. കാരണം നിങ്ങൾ സുരേഷ് ബാബു എന്ന് കേൾക്കുമ്പോൾ ഏതോ ഒരു ഭീകര ജീവിയാണ്, ഒരിക്കലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്, ചർച്ചിൽ വിളിക്കാൻ കൊള്ളാത്തവനാണ് എന്നൊക്കെയുള്ള ഒരുപാട് സ്കാൻഡലും റൂമേഴ്സുമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളവനാണ് ഞാൻ. റിയലി ഈ തലമുറയിൽ പെന്തിക്കോസുകാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കല്ലേറ് കൊണ്ടിട്ടുള്ളവനാണ് ഞാൻ. ഈ കുടുംബത്തിൽ ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറച്ചിൽ, വിമർശനങ്ങൾ, മഞ്ഞപ്പത്രങ്ങൾ, യൂട്യൂബ് ചാനൽസൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്രയും തുറന്നു പറയുന്നത്. സ്തോത്രം. അതെ, ഹല്ലേലൂയ. പകയ്ക്കുന്നവൻ്റെ വായെ മിണ്ടാതാക്കുന്ന ദൈവപ്രവൃത്തിക്കാൻ നന്ദി. FS ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17-18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ.
അടുത്ത വാക്യം കൂടെ. ശിഷ്യന്മാരെ കുറിച്ചാണ് നമ്മൾ കേട്ട് വരുന്നത്. ആദ്യ സെഷൻ നമ്മൾ കേട്ടു പ്രിയ ശിഷ്യൻ, ഇന്നലെ രാത്രി നമ്മൾ കേട്ടു രഹസ്യ ശിഷ്യൻ. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ശിഷ്യൻ കർത്താവിൻ്റെ പടയാളിയാണ്. ഒരു ശിഷ്യൻ ആരാണ്? കർത്താവിൻ്റെ ഗുണ്ടയല്ല, കർത്താവിൻ്റെ പടയാളിയാണ്. എഫെസ്യർ 6:10 പറയുന്നു, ഉത്തമഗീത 6:10 പറയുന്നു, സഭ ദൈവത്തിൻ്റെ സൈന്യമാണ്. സഭയെക്കുറിച്ച് പല ഉപമകളുണ്ട്. സഭ കാന്തയാണ്, സഭ സ്തോത്രം കെട്ടിയടച്ച തോട്ടമാണ്, സഭ കെട്ടിടമാണ്, സഭ ശരീരമാണ്, സഭ കുടുംബമാണ് എന്നുള്ള ധാരാളം 7 ഉപമകൾ ദൈവസഭയെക്കുറിച്ചുണ്ട്. ആ 7 പാരബിൾസിൽ ഒന്നാണ് ചേർച്ച് വിച്ച് ഈസ് ദ ആർമി ഓഫ് ഗാഡ്. മനുഷ്യർ ഭൂമിയിൽ യുദ്ധസേവയുണ്ട്, നമ്മൾ ഓരോരുത്തർ കർത്താവിൻ്റെ പടയാളികളാണ്. അതുകൊണ്ട് ഒരു ശിഷ്യൻ ആരാണ്? ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കർത്താവ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നീ ക്രിസ്തുവിൻ്റെ പടയാളിയാണ്. ക്രിസ്തുവിൽ നിങ്ങൾ ആര് എന്നുള്ളതിൽ ഒരു 300ഓളം കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ദൈവമക്കളാണ്, മിനിസ്റ്റേഴ്സ് ഓഫ് ദ റിക്കൺസിലിയേഷൻ, മോർ ദാൻ കോൺക്രർ എന്ന് തുടങ്ങി വർഷങ്ങൾ പ്രസംഗിക്കത്തക്ക അത് ടേമുണ്ട്. ഹൂ വി ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതിലൊന്ന് കർത്താവിൽ നമ്മൾ പടയാളികളാണ്. അത് പറയുമ്പോൾ ആമുഖമായി എനിക്ക് പറയാനുള്ളത്, ഇത് വലിയൊരു പ്രസംഗമല്ല, ഒരു സൺഡേ സ്കൂൾ ടീച്ചിങ് പോലെ വെറും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. ആരംഭമായി എനിക്ക് പറയാനുള്ളത്, ദൈവകൃപയാൽ കർത്താവ് സ്നേഹിച്ചത് നിങ്ങളുടെ ശുശ്രൂഷയല്ല. ഇവിടെ പാടിയ എല്ലാ കുട്ടികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കും. ഈ മുഖഛായ എല്ലാം ദൈവം മാറ്റും. ഈ പട്ടണത്തിൽ ദൈവം ഭയങ്കരമായി നിങ്ങളെ മാനിക്കും. ഒരിക്കൽക്കിടെ ഈ പട്ടണത്തിൽ ഭയങ്കരമായി ദൈവം നിങ്ങളെ മാനിക്കും. ദൈവകൃപയാൽ ഞാൻ വിളിച്ചു പറയുന്നു, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നന്മകളെ ശാലേം അസംബ്ലീസ് ഓഫ് ഗോഡിനായി വിട്ടുതരിക. റൈറ്റ് പീപ്പിൾ, റൈറ്റ് ഫാമിലീസ് ദൈവകൃപയാൽ കണക്ട് ചെയ്യപ്പെടട്ടെ. ദൈവം നിങ്ങളെ മാനിക്കും. പക്ഷെ മനസ്സിലാക്കുക, യേശു നിങ്ങളുടെ ശുശ്രൂഷയല്ല സ്നേഹിക്കുന്നത്, യേശു നിങ്ങളുടെ ടാലൻറ്റിനെ അല്ല സ്നേഹിക്കുന്നത്, യേശു നിങ്ങളുടെ അമേരിക്കൻ പാസ്പോർട്ടിനെ അല്ല സ്നേഹിക്കുന്നത്. മനുഷ്യർ ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ അടുക്കൽ അടുക്കുന്നത്. പക്ഷേ യേശു നിങ്ങളുടെ ശുശ്രൂഷയെ, യേശു നിങ്ങളുടെ ടാലൻറ്റ് അല്ല സ്നേഹിക്കുന്നത്. ഞാനിങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയെ മാത്രം സ്നേഹിക്കുന്നവർ നിങ്ങളുടെ മിത്രമല്ല, നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെ യഥാർത്ഥ സ്നേഹിതർ. യേശു ക്രൂശിൽ മരിച്ചത് നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല, യേശു മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ദൈവ സ്നേഹത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനാണ് കർത്താവ്. നിങ്ങളെ സ്നേഹിച്ചവനായ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുന്നവനാണ്. പല സമയത്ത് സാത്താൻ ചെയ്യുന്നതായ കാര്യം, സ്പിരിച്വൽ വാർഫെയർ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ സാത്താൻ ചെയ്യുന്നത് ഹാർവസ്റ്റിനെ അല്ല നശിപ്പിക്കുന്നത്, ഹാർവസ്റ്ററെയാണ് നശിപ്പിക്കുന്നത്. ശുശ്രൂഷയല്ല ശത്രു ആക്രമിക്കുന്നത്, ശുശ്രൂഷകനെയാണ് ആക്രമിക്കുന്നത്. നിങ്ങൾക്ക് ആക്രമണം ഉണ്ടായത് നിങ്ങൾ ശത്രുവിന് ഭീഷണിയായത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് 100 കണക്കിന് പ്രസംഗം പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞത് നിങ്ങളോട് പറയാൻ, എൻ്റെ ജനത്തോട് പറ, അവരെ ഞാൻ സ്നേഹിക്കുന്നു, അവരെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും, അവരോട് ഞാൻ കൂടെയുണ്ട്. ഞാനവരെ പരസ്യകോലമാകാൻ ഇട്ടുകൊടുക്കത്തില്ല, ഞാനവരെ ഭയങ്കരമായി മാനിക്കും. നമ്മൾ അടുത്തെന്ന് കാണുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ കർത്താവിൻ്റെ വരവ് താമസമാണ് എങ്കിൽ അടുത്ത കാലങ്ങളിൽ നമ്മൾ കാണുമ്പോൾ സ്ഥിതി ഇതുപോലെ ആയിരിക്കത്തില്ല. ആത്മീയ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസ് ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് എഴുതിയതും പറഞ്ഞതും എഫെസോസിലെ വിശുദ്ധന്മാരോടാണ്. കാരണം അവർക്ക് യുദ്ധമെന്ന് പറയുന്നത് സ്തോത്രം തിയറിയല്ല, അവർക്ക് യുദ്ധമെന്ന് പറയുന്നത് പ്രാക്ടിക്കലായിരുന്നു. അവർ ഏറ്റവും കൂടുതൽ പോരാട്ടത്തിലൂടെ കടന്നു വന്ന ഒരു ദൈവസഭയാണ്. നമ്മൾ മലയാളികളുടെ നടുവിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കാരുടെ നടുവിൽ ചെന്ന് യുദ്ധം എന്ന് പറയുമ്പോൾ ജനം ഇങ്ങനെ കേട്ടിരിക്കും. പക്ഷേ രാജസ്ഥാൻ, സ്തോത്രം, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ ബോർഡർ ഏരിയയിൽ പോയി യുദ്ധം എന്ന് പറയുമ്പോൾ ജനം ഞെട്ടും. ഞാൻ കേരളത്തിൻ്റെ പ്രാസംഗികനല്ല, 2002 ശേഷം ഞാൻ കേരളത്തിൽ വരത്തില്ല, കാരണം പേടിച്ചിട്ടാണ്. ഞാൻ നോർത്ത് ഇന്ത്യൻ പ്രീച്ചറാണ്. ഇന്ത്യയിൽ 19 സംസ്ഥാനങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ദേവദാസനാണ്. ആർക്ക് സന്തോഷമില്ലയോ? ഇന്ത്യയിൽ 19 സംസ്ഥാനം, അതും ചെറിയ കൂട്ടങ്ങളല്ല. 30,000, 50,000, 60,000 ആൾക്കാർ സിംഗിൾ സർവീസിന് കൂടുന്നത് കണ്ടിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
സംശയമുണ്ടെങ്കിൽ പ്ലീസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ബാക്കി ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ഈ ബോർഡർ ഏരിയയിൽ, പാകിസ്ഥാൻ ബോർഡറിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ബോർഡറിൽ ഏരിയയിൽ പാർക്കുന്നവരുടെ അടുക്കലേക്ക് പോയി യുദ്ധം എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഞെട്ടും, അവരെ കണ്ണുമിഴിക്കും. കാരണം ദേ നോ വാട്ട് ഈസ് വാർ. യുദ്ധം അറിയാവുന്നവനോട് യുദ്ധം പറഞ്ഞാൽ മാത്രമേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. വിശന്നവന് മാത്രമേ പട്ടിണി എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. കരഞ്ഞവന് മാത്രമേ കണ്ണുനീരിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. കണ്ണുനീരിന് പഞ്ചസാരയല്ല, കണ്ണുനീരിന് ഒരു ഉപ്പ് രസമാണുള്ളത്. അത് കരഞ്ഞവനോട് പറഞ്ഞാലേ അറിയത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. ഇതുപോലെ തെസ്സലോനിക്കരോടോ റോമക്കാരോടോ കൊരിന്ത്യരോടോ ഒന്നും പറഞ്ഞാൽ യുദ്ധം അറിയത്തില്ല. എഫെസോസിലെ വിശുദ്ധന്മാർക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ചത് എഫെസോസ് പട്ടണത്തിലാണ്. ഉയരം കുറഞ്ഞ് ഉള്ളുകൂനി കഷണ്ടിത്തലയനായ പൗലൂസ് സ്തോത്രം എഫെസോസ് പട്ടണത്തിൽ വന്നു. ഒരിക്കൽ കൂടെ ഉയരം കുറഞ്ഞ് ഉള്ളുകുനി കഷണ്ടിത്തലയൻ, മുടി കുറവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പൗലൂസിൻ്റെ ക്ലബിലായിരിക്കാം. ഓക്കെ, നോക്ക്. അപ്പോൾ ആ മനുഷ്യനായ എഫെസോസ് പട്ടണത്തിൽ കാലെടുത്ത് വെച്ചതും ക്ലൈമറ്റ് ടോട്ടലി മാറി. അർത്തിമിസ് ദേവിയുടെ ക്ഷേത്രം അടഞ്ഞു. ദൈവസഭ അവിടെ ആരംഭിച്ചു. ആയിരക്കണക്കിന് ജനത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയുണ്ടായി. സ്തോത്രം. സോ ആ ചർച്ച് ദേ നോ വാട്ട് ഈസ് വാർ. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 19-20 വീട്ടിൽ പോയി വായിച്ചാട്ടെ. സ്തോത്രം. ഇപ്പോൾ ഇതാ പൗലോസ് റോമ കാരാഗൃഹത്തിൽ ആയിരിക്കുകയാണ്. ആ ഇടുങ്ങിയ മുറിയാണ്. അവിടെ ബാത്ത് അറ്റാച്ച് ഒന്നും ആയിരിക്കത്തില്ല. ഒരു വശത്ത് ഒരു പക്ഷേ തൻ്റെ വിസർജ്യമൊക്കെ ആയിരിക്കാം, നാറുന്ന അന്തരീക്ഷമായിരിക്കാം, നല്ല തണുപ്പായിരിക്കാം. തൻ്റെ ഇരു കരങ്ങൾ ചങ്ങലയിൽ ഇതാ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പൗലോസ് ഇതാ ലേഖനം എഴുതുകയാണ്. കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതുകയാണ്. കാരാഗ്രഹ ലേഖനത്തിൻ്റെ ഓരോ സെൻറ്റൻസും, കാരാഗ്രഹ ലേഖനത്തിൻ്റെ ഓരോ സ്തോത്രം അതെ ലൈനും ഓരോ വാക്യവും അധ്യായവും എഴുതുമ്പോൾ ചങ്ങലയുടെ കിലുക്കം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ചങ്ങലയുടെ കിലുക്കം. ഇപ്പോൾ സ്തോത്രം ഒരു സഭയിൽ കടന്നു വരുമ്പോൾ ഒരു ദൈവദാസനെ കാണുമ്പോൾ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മൾ പറയാം നന്നായിരിക്കുന്നു, നല്ല പാട്ട്, നല്ല ആരാധന, നന്നായിരിക്കുന്നു. പക്ഷേ അതിൻ്റെ പിൻപിലുള്ളതായ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും ചങ്ങല കിലുക്കമുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന റാമേൻ പറഞ്ഞാട്ടെ. ഏതൊരു ശുശ്രൂഷയുടെ പിൻപിലുമുള്ളതായ ചങ്ങലയുടെ കിലുക്കുണ്ട്, കുറച്ച് ത്യാഗമുണ്ട്. അങ്ങനെ പൗലോസ് ആ ജയിലിൽ കിടന്നിട്ട് അവനിതാ ലേഖനം എഴുതുന്നതായ സമയത്ത് ഒരു റോമൻ പടയാളി കടന്നു പോകുകയാണ്. ആ റോമൻ പടയാളിക്ക് ഒരു കോസ്റ്റ്യൂമുണ്ട്, ഒരു 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 സ്തോത്രം അതെ ഒരു എന്തോ പറയണ്ടേ, ഒരു കോസ്റ്റ്യൂം, ഒരു അവൻ്റെ വസ്ത്രത്തിന് മുകളിലായി തന്നെ അവന് ഇട്ടിരിക്കുന്നതായ സർവായുധമുണ്ട്, സർവായുധ വർഗമുണ്ട്. സ്തോത്രം. അത് കണ്ടപ്പോൾ തൻ്റെ കയ്യിൽ ചങ്ങലയായിരിക്കാം, തൻ്റെ ശരീരത്തിൽ ചങ്ങലയുണ്ട്, പക്ഷേ തൻ്റെ ആത്മാവ് ചങ്ങലയല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, പിശാചിന് നിൻ്റെ ഔട്ടർ മാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിൻ്റെ ഇന്നർ മാനെ തൊടാൻ തക്കവണ്ണം ഒരിക്കലും കഴിയത്തില്ല. സ്തോത്രം. നിൻ്റെ ശരീരം കിടക്കുന്നത് ജയിലിലായിരിക്കാം, പക്ഷേ നിൻ്റെ ആത്മാവിനെ കെട്ടുവാൻ ദുഷ്ടന് ഒരിക്കലും കഴിയത്തില്ല. ആ പടയാളി കണ്ടപ്പോൾ തൻ്റെ റെവലേഷൻ ഇഗ്നേറ്റ് ചെയ്തിട്ട് പൗലോസ് പ്രകാരം പറയുന്നു, ഹേ സഹോദരന്മാരെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളെ ദുഷ്ടാത്മാ സൈന്യത്തോട് മാത്രമേ. അതുകൊണ്ട് സകലതും സമാപിച്ചിട്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് നിങ്ങൾക്ക് ആവശ്യം ദൈവത്തിൻ്റെ സർവായുധ വർഗം. അത് കത്തോലിക്കൻ്റെ അല്ല, പ്രൊട്ടസ്റ്റൻ്റിൻ്റെ അല്ല, ദൈവത്തിൻ്റെ സർവായുധ വർഗം. എവിടെയാണോ ദൈവം എന്നെഴുതിയിരിക്കുന്നത് അവിടെ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. 7 കാര്യങ്ങൾ ദൈവം എന്ന് പറയുന്നത് 7 കാര്യമുണ്ട്. 1 എന്ന് പറയുന്നത് സ്തോത്രം ഏകനായ ദൈവം, 2 കൂട്ടായ്മ, 3 യൂണിറ്റി അല്ലെങ്കിൽ ട്രിനിറ്റി, 4 സ്തോത്രം ക്രിയേഷൻ, 5 ഗ്രേസ്, 6 മനുഷ്യൻ, 7 പെർഫെക്ഷൻ. ഒരിക്കൽ കൂടെ ആരും എഴുതിയെടുക്കുന്നതുകൊണ്ട് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. 1 ദൈവം. കാരണം നമുക്ക് 33 കോടി അപ്പന്മാരില്ല, നമുക്ക് ഒരപ്പനേ ഉള്ളൂ. ഓ കമാൻ. അതുകൊണ്ട് 1 ദൈവം, 2 കൂട്ടായ്മ, 1 will chase 1,000 and 2 will chase 10,000. 3 യൂണിറ്റിയാണ്. യൂണിറ്റി എല്ലാവരും പറഞ്ഞാട്ടെ, യൂണിറ്റി. മലയാളി പറ, കമാണ്, ശബ്ദം ഉയർത്തി. യൂണിറ്റി. 3 യൂണിറ്റി. 4 സ്തോത്രം അതെ സൃഷ്ടി, ക്രിയേഷൻ. 5 ഗ്രേസ്, ദൈവകൃപ. 6 മനുഷ്യൻ. 7 പെർഫെക്ഷൻ. നമ്മുടെ ദൈവം സ്തോത്രം, ഹീസ് ദ ഗോഡ് ഓഫ് പെർഫെക്ഷൻ. അതുകൊണ്ട് ദൈവികത എന്ന് പറയുന്നതായ കാര്യാദികൾ വേദപുസ്തകത്തിൽ എവിടെ നിങ്ങൾ നോക്കിയാലും അവിടെ 7 കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഇപ്പോൾ ഇവിടെയും ആ കണക്ക് കർത്താവ് തെറ്റിച്ചില്ല. ദൈവത്തിൻ്റെ സർവായുധ വർഗം എന്ന് പറഞ്ഞപ്പോൾ അവിടെ സ്തോത്രം 7 കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. 6 കാര്യം ഇന്ന് പറയാം, 7ാമത്തെ കാര്യം അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി വയ്ക്കാം.
എല്ലാം പറഞ്ഞാലും പാസ്റ്റർ വിളിക്കത്തില്ലല്ലോ. സ്തോത്രം. ഓക്കെ, കാരണം അത് പറയേണ്ടത് നേരമുള്ളൂ. നമുക്ക് 12 മണി വരെ സമയമുണ്ട്. നോ പ്രോബ്ലം. ഈ മെസ്സേജ് ബ്യൂട്ടിഫുള്ളായി കർത്താവ് നമുക്കായി വിളമ്പുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ച് പറഞ്ഞേ, കർത്താവേ, എല്ലാവരും പറഞ്ഞേ, കർത്താവേ എന്നോട് സംസാരിക്കണമേ. ഒരിക്കൽ കൂടെ കർത്താവേ എന്നോട് സംസാരിക്കണം. അപ്പോൾ പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ ഇതാ ഒരു പടയാളി കടന്നു പോകുന്നു. അവൻ്റെ അരയിൽ ഒരു ബെൽറ്റ് ഉണ്ട്. എന്തിനാണ് അരയിൽ ബെൽറ്റ് കെട്ടുന്നത്? വസ്ത്രം മാറിപ്പോകാതിരിപ്പാൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യുദ്ധക്കളത്തിലാണ് ഈ പടയാളി ആയിരിക്കുന്നത്. യുദ്ധക്കളത്തിലാകുമ്പോൾ അവൻ്റെ വസ്ത്രം നീങ്ങിപ്പോയിട്ട് ഹീ ഷുഡ് നോട്ട് ബിക്കം നേക്കഡ്. അവനൊരിക്കലും സ്തോത്രം നഗ്നനാകാൻ പാടില്ല. ശത്രു അങ്ങനെയാണെങ്കിൽ അവനെ പരിഹസിക്കും. യേശുവിൻ്റെ നാമത്തിൽ നീ പരിഹാസപാത്രമാകാൻ ദൈവം സമ്മതിക്കയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആദം പാപം ചെയ്തപ്പോൾ തേജസ്സിൻ്റെ വസ്ത്രം മാറിപ്പോയി. ഏദൻ തോട്ടത്തിൻ്റെ വാതിക്കൽ നഗ്നരായി പുറത്തിറങ്ങുന്ന ആദാമിനെയും ഹൗവയെയും സ്തോത്രം പരിഹസിപ്പാൻ സാത്താൻ പരിഹാസ പാർട്ടി സെറ്റ് ചെയ്തു. പക്ഷേ ദൈവം ആ പരിഹാസ പാർട്ടിയെ ക്യാൻസൽ ചെയ്തു. ഒരാട്ടിൻകുട്ടിയെ കൊന്ന് വസ്ത്രമെടുത്ത് സ്തോത്രം അതെ ആദ്യത്തെ കോട്ടുണ്ടാക്കി. ആദ്യത്തെ വസ്ത്രം ഉണ്ടായത് ടോമി ഹൈഫിഗറിലോ നോട്ടിക്കയിലോ പോളയിലോ ഒന്നുമല്ല. ആദ്യത്തെ വസ്ത്രം ഉണ്ടായത് ഏതേൻ തോട്ടത്തിലാണ്. കമൺ, ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. സോ ആദ്യത്തെ വസ്ത്രമുണ്ടാക്കി ഏതേൻ തോട്ടത്തിന് ആദാമിനെയും ഹൗവയും ദൈവം സ്തോത്രം ഡ്രസ്സ് ചെയ്യിപ്പിച്ച് പുറത്തിറക്കി. ശത്രുവിൻ്റെ പരിഹാസ പാർട്ടിയെ ദൈവം ക്യാൻസൽ ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ ഈ ചേർച്ചിനെ നോക്കി ദൈവദാസൻ ഉൾപ്പെടെയുള്ള സകലരെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ ചൂണ്ടി ആരും പരിഹസിപ്പാൻ ദൈവം സമ്മതിക്കയില്ല. കർത്താവ് നിങ്ങളെ കവർ ചെയ്യുന്നവരാണ്. കർത്താവ് നിങ്ങളെ കെയർ ചെയ്യുന്നവരാണ്. സോ ആരൊക്കെ സത്യം കിട്ടി, ആരൊക്കെ സത്യം? പിതാവായ ദൈവത്തെ നോക്കി രക്തസാക്ഷികൾ നിലവിളിക്കുന്നതായി വെളിപ്പാട് പുസ്തകം പറയുന്നു, വിശുദ്ധനും സത്യവാനുമായ നാഥ. അപ്പോൾ പിതാവായ ദൈവം സത്യവാനാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും. സ്തോത്രം. ഇനി യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. ഈ പുസ്തകം സത്യവേദ പുസ്തകമാണ്. നമ്മുടെ ആരാധന സത്യ ആരാധനയാണ്. നമ്മുടെ സാക്ഷ്യം സത്യത്തിൻ്റെ സാക്ഷിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പിതാവിൽ സത്യമുണ്ട്, പുത്രനിൽ സത്യമുണ്ട്, പരിശുദ്ധാത്മാവിൽ സത്യമുണ്ട്. സത്യവേദ പുസ്തകം ചുമക്കുന്നവരാണ്. ആരാധന സാക്ഷ്യമാണ്, ആരാധന സത്യമാണ്, നമ്മുടെ ശുശ്രൂഷ സത്യമാണ്, സകലത്തിലും സത്യമാണ്. സോ ആരാണ് ഈ സത്യം? സ്തോത്രം. എന്താണ് ഈ സത്യം? ആരാണ് ഈ സത്യം? യേശുവാണ് സത്യം. യോഹന്നാൻ 14:6. ആരാണ് സത്യം? യേശുവാണ് നമ്മുടെ സത്യം. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞ ശരിയല്ലയോ? യേശുവാണ് സത്യം. നമ്പർ 2, രണ്ടാമത്തെ പീസിലേക്ക് നോക്കുമ്പോൾ, രണ്ടാമത്തെ സ്തോത്രം അതെ സർവായുധ വർഗത്തിൻ്റെ രണ്ടാമത്തെ പീസിലേക്ക് നോക്കുമ്പോൾ, നീതി എന്ന കവചം, ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. നീതി എന്ന കവചം. സ്തോത്രം. നീതി എന്ന കവചം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എന്താണ് നീതി എന്ന കവചം? എന്തിനാണ് സ്തോത്രം നീതി എന്ന കവചം വെച്ചേക്കുന്നേ? നമ്മുടെ ഹൃദയത്തെ സംരക്ഷിപ്പാൻ. ഒരിക്കൽ കൂടെ, നമ്മുടെ ഹൃദയത്തെ സംരക്ഷിപ്പാൻ. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിയാൽ നിങ്ങൾക്ക് നേരെ ജീവിക്കാൻ കഴിയത്തില്ല. ജീവിതം കലങ്ങി. നിങ്ങളുടെ ഹൃദയം കലങ്ങിയാൽ നിങ്ങളുടെ ശുശ്രൂഷ കലങ്ങി. അതുകൊണ്ട് എന്തോ സംഭവിച്ചാലും നിങ്ങളുടെ ഹൃദയം ഒരു കാരണവശാലും കലങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. സെയിം ടൈം പ്രോബ്ലംസിന് ഇട്ട് നിങ്ങളുടെ ഹൃദയത്തെ കലക്കാൻ ശ്രമിക്കുന്ന ഒരു ശത്രുവുണ്ട്. സാത്താൻ പറയും, നിൻ്റെ ജനുവരി ശരിയല്ല, ഫെബ്രുവരി ശരിയല്ല, മാർച്ച് ശരിയല്ല, ഏപ്രിൽ ശരിയല്ല, മെയ് ശരിയല്ല, നിനക്ക് ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ട്. നിൻ്റെ ഹൃദയത്തെ കലക്കാൻ ശത്രു നോക്കും. എന്നാൽ സാത്താൻ അക്യൂസറാണ്. സാത്താൻ കുറ്റം പറയുന്നവനാണ്. ആരെങ്കിലും ആമയും പറയുമെന്ന് ഞാൻ വിചാരിച്ചു. സാത്താൻ ചർച്ചിൽ വരുന്നതേ കുറ്റം കണ്ടുപിടിക്കാനാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ സിംഹാസനം നോക്കുമ്പോൾ, ദൈവസിംഹാസനത്തിൻ്റെ വലതുവശത്ത് പുത്രൻ പ്രാർത്ഥിക്കുന്നു, ഇടതുവശത്ത് പിശാച് നിന്ന് കുറ്റം പറയുന്നു. സെക്കറിയ 3, വെളിപ്പാട് 12 വീട്ടിൽ പോയി വായിച്ചു നോക്ക്. വലതുവശത്ത് പ്രാർത്ഥിക്കുന്നു, ഇടതുവശത്ത് കുറ്റം പറയുന്നു. ഇടതുവശത്ത് കുറ്റം പറയുന്നു, വലതുവശത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയട്ടെ, പ്രാർത്ഥിക്കുന്നു കുറ്റം പറയത്തില്ല, കുറ്റം പറയുന്നു പ്രാർത്ഥിക്കത്തുമില്ല. എന്താ തുറച്ചു നോക്കുന്നേ? ഞാൻ കാഴ്ചമംഗലാവിൽ നിന്നല്ല വന്നത്. കമാൻ. പ്രാർത്ഥിക്കുന്നു കുറ്റം പറയത്തില്ല, കുറ്റം പറയുന്നു പ്രാർത്ഥിക്കത്തുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. മക്കളെ, ഞാൻ കുടിക്കത്തില്ലടാ, വെള്ളം കുടിക്കത്തില്ല പ്രസംഗിക്കുമ്പോൾ. താങ്ക് യു. വെള്ളം കുടിപ്പിക്കാതെ കുഞ്ഞേ. കമാൻ. ഹല്ലേലൂയ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ലവ് ആൻഡ് കെയർ. അപ്പോൾ സ്തോത്രം. അതെ, പ്രാർത്ഥിക്കുന്നവന് കുറ്റം പറയത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ഏതവരെങ്കിലും കുറ്റം പറയാൻ വേണ്ടി വന്നാൽ പറയണം, ഇത് പ്രാർത്ഥിക്കുന്ന വീടാണ്.
ആരെങ്കിലും ഫോണിലൂടെ അറിഞ്ഞോ ഇന്നത് എന്ന് പറയുമ്പോൾ ഉടനെ ആ ലൂസിഫറിന്റെ ഏജന്റിനോട് പറ, സ്തോത്രം, നീ രാവിലെ അവന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഈ ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു പള്ളിയുണ്ട്. ജബൽപൂർ, നോർത്ത് ഇന്ത്യയിൽ വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു ദിവസം ഒരു പ്രീച്ചർ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നപ്പോൾ കാലിൽ ഷൂസ് ഉണ്ട്. അയ്യോ, പള്ളിക്കാരുടെ BP എല്ലാം കൂടി, BP എന്ന് പറഞ്ഞാൽ ഭാര്യ പേടിയല്ല, ബ്ലഡ് പ്രഷർ, എല്ലാവരുടെയും BP അങ്ങ് കൂടിയിട്ട് പറഞ്ഞു, അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ പ്ലാറ്റ്ഫോമിൽ പുള്ളി ഇതാ ഷൂസ് ഇട്ട് പ്രസംഗിക്കുന്നു. യോമാരെ ഷൂസ് നോക്കിയിരുന്നു, പ്രസംഗമൊന്നും ശ്രദ്ധിച്ചില്ല. സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം താഴെ ഇറങ്ങിയപ്പോൾ അയ്യോ, ചർച്ച കമ്മിറ്റിക്കാരെല്ലാം കൂടെ അദ്ദേഹത്തെ വളഞ്ഞിട്ട് പറഞ്ഞു, ഡോ, നീ ഷൂസ് ഇട്ടിട്ടാ പ്ലാറ്റ്ഫോമിൽ കയറിയത്, എന്തിനാ ഷൂസ് ഇട്ട് കയറി? ഞങ്ങൾ ആരും ഷൂസ് ഇട്ട് ചർച്ചിൽ വന്നില്ല, താങ്കൾ എന്താണ് ഷൂസ് ഇട്ട് സ്തോത്രം പ്ലാറ്റ്ഫോമിൽ കയറിയേ? പുള്ളി ഇരുന്ന് കുറേ നേരം കരഞ്ഞു. അതല്ലേ ദൈവദാസന്മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 10-15 മിനിറ്റ് പുള്ളി കരഞ്ഞിട്ട് പറഞ്ഞു, ഇതേ ആർട്ടിഫിഷ്യൽ ലെഗ്സാ, എൻ്റെ കാലിൽ കിടക്കുന്നതേ ആർട്ടിഫിഷ്യൽ ലെഗ്സാ. അയ്യോ, അറിയാതെ പറഞ്ഞു പോയി, സോറി. ആ ഒറ്റ വാക്കുകൊണ്ട് ഒത്തിരി എണ്ണ രക്ഷപ്പെട്ടു പോകുന്ന, സോറി, അറിയാതെ. എടാ, അറിയത്തില്ലെങ്കിൽ നിന്റെ വാനാറ്റമുള്ള വാ അടഞ്ഞിരിക്കുക. കാരണം നീ പറയുന്ന ഓരോ വാക്കിനും എണ്ണി ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്, പ്രാർത്ഥിക്കുന്ന കുറ്റം പറയത്തില്ല, കുറ്റം പറയാൻ പ്രാർത്ഥിക്കത്തില്ല. കുറ്റം പറയുന്നവൻ നിന്റെ ഹൃദയത്തെ തകർക്കും. നീ ആൾ ശരിയല്ല എന്ന് പറഞ്ഞ് നിൻ്റെ ഹൃദയത്തെ തകർക്കാം. തിരിച്ചു പറഞ്ഞാട്ടെ, ഞാൻ നിൽക്കുന്നത് എൻ്റെ നീതിയിലല്ല, എൻ്റെ കുടുംബ നീതിയിലല്ല, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നീതിയിലല്ല, ഞാൻ നിൽക്കുന്നത് യേശുവിൻ്റെ നീതിയിലാണ്. He is my righteousness. ആരാണ് നീതി? സ്തോത്രം. ആരാണ് നിന്നെ നീതിമാനാക്കുന്നത്? സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഈ സഭായോഗത്തിന് നിന്നെ നോക്കി പാപി എന്നല്ല പറയുന്നത്, നീതിമാൻ എന്നാണ് പറയുന്നത്. കാരണം നിന്റെ ഫേസ് മേക്കപ്പിലല്ല ദൈവം നിന്നെ നോക്കുന്നത്, യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് ദൈവം നിന്നെ നോക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ കർത്താവ് നിന്നെ നീതീകരിച്ചിരിക്കുന്നു. നീ നീതിമാനായതുകൊണ്ട് വേദപുസ്തകത്തിലെ സകല വാഗ്ദത്വം നിനക്കുള്ളതാണ്. നീ നീതിമാനായതുകൊണ്ട് വേദപുസ്തകത്തിലെ സകല അനുഗ്രഹം നിനക്കുള്ളതാണ്. അയ്യോ, ആരെങ്കിലും ആമേൻ പറയുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസം നിനക്കാണ്, ഹാനൂക്കിൻ്റെ നടപ്പ് നിനക്കാണ്, നോഹയുടെ പെട്ടകം നിനക്കാണ്, ഇസ്ഹാക്കിൻ്റെ കൊയ്ത്ത് നിനക്കാണ്, യാക്കോബിൻ്റെ ഗോവേന് നിനക്കുള്ളതാണ്, മോശയുടെ പ്രവചനം, യോശുവയുടെ ധൈര്യം, ഏലിയാവിൻ്റെ തീ, എലീശായുടെ പുതപ്പ്, പൗലൂസിൻ്റെ വെളിപ്പാട്, പത്രോസിൻ്റെ വല, യോഹന്നാൻ്റെ വെളിപ്പാട്, സകലതും സ്തോത്രം നിനക്കാണ്. കാരണം നീതി എന്ന വിഷയത്തിൽ ക്രൈസ്റ്റ് നിനക്കുള്ളതാണ്. അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതിലേക്ക് കയറി ചെന്നാൽ അവിടെ എല്ലാം ഉള്ളതുപോലെ നീ നീതിമാനാണ്. സോ ജീസസ് ഈസ് യുവർ റൈച്ചസ്നെസ്. യേശുവാണ് നിന്റെ നീതി. നിന്നെ വിരൽ ചൂണ്ടി കുറ്റം പറവാൻ ഒരു ഭൂതത്തിനും കഴിയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് യേശുവാണ് നിന്റെ നീതി. അപ്പോൾ യേശുവാണ് സത്യം. നമ്പർ 2, യേശുവാണ് നീതി. നമ്പർ 3, മൂന്നാമത് സ്തോത്രം, സമാധാന സുവിശേഷ ഒരുക്കം, കാലിച്ചെരുപ്പ്. സമാധാന സുവിശേഷ ഒരുക്കം, കാലിച്ചെരുപ്പ്. സഹോദരന്മാരെ, ഈ ചെരുപ്പ് മാറ്റാൻ സ്തോത്രം നമുക്ക് നിർവാഹമില്ല. ഇത് ഞായറാഴ്ച രാവിലെ എടുത്ത് ഫിക്സ് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇത് ഊരി വയ്ക്കാനുള്ളതല്ല. ഏത് സമയത്തും രാത്രിയും പകലും സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന സ്തോത്രം. പൗലോസ് ഇപ്രകാരം പറയുന്നു, ബി റെഡി ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. അതിനർത്ഥം പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയിരിക്കുക, ഏതേ നേരവും പ്രവചിപ്പാൻ ഒരുങ്ങിയിരിക്കുക, ഏതേ നേരവും സാക്ഷി പറയാൻ ഒരുങ്ങിയിരിക്കുക, ഏതേ നേരവും സ്തോത്രം പ്രസംഗിക്കാൻ ഒരുങ്ങിയിരിക്കുക. അല്ലാതെ ഒരു ഭൂതത്തെ കാണുമ്പോൾ ഒരു ഭൂതം മാനിഫെസ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ. നോ. സ്തോത്രം, നീ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. കാലിൽ ഷൂസില്ലയോ നീ തോറ്റുപോകും. ഈ 6 ഡേ വാർ നടക്കുമ്പോൾ 1967 ഇസ്രായേലിനെ അറബ് രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ ഒരു ഈജിപ്തിൻ്റെ വലിയൊരു സൈന്യ ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണ് പറഞ്ഞത്, മിറാഷ് കടന്നു വന്ന്, വിമാനങ്ങൾ കടന്നു വന്ന് ഞങ്ങളുടെ എയർപോർട്ട് ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് കാലിൽ ഷൂസ് പോലും ഇല്ലാതെ ഞാൻ പുറത്തേക്ക് ഓടി നിന്ന് നോക്കി. അർത്ഥം, ഞങ്ങൾ റിലാക്സ് ചെയ്തിരുന്നു, കാലിൽ ഷൂസ് ഇല്ലായിരുന്നു. അവരിങ്ങനെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അതുകൊണ്ട് ഈജിപ്റ്റ് തോറ്റുപോയി. സ്തോത്രം. അർത്ഥം, നിൻ്റെ കാലിലെ സുവിശേഷത്തിൻ്റെ ചെരുപ്പ് ഒരിക്കലും മാറിപ്പോകരുത്. സ്തോത്രം. അതേ കാലിന് ചെരുപ്പാകി. ഹല്ലേലൂയ. സ്തോത്രം. സുവിശേഷത്തിന് വേണ്ടി ആരാണോ നിൽക്കുന്നത്, ദൈവകൃപയാൽ അവർ നിൽക്കും.
സുവിശേഷത്തിന് നിൽക്കുന്നവർ സമനിലത്തല്ല നിൽക്കുന്നത്. സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. വായിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. യെശയ്യാ പറയുന്നു, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവൻ ഒരിക്കലും സമഭൂമിയിലായിരിക്കത്തില്ല, അവൻ പർവ്വതങ്ങളായിരിക്കും. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി നിന്നാട്ടെ. നിങ്ങൾ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നിങ്ങളെ ആര് കുനിഞ്ഞല്ല നോക്കുന്നത്, നിങ്ങളെ എല്ലാവരും തല ഉയർത്തി നോക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. നമുക്കറിയാം, പാസ്റ്റർ ജോയൽ ഓസ്റ്റിൻ്റെ പിതാവായിരുന്നു ആരാ? ജോൺ ഓസ്റ്റിൻ. ഒരാളിനെങ്കിലും അറിയാമല്ലോ. ജോയൽ ഓസ്റ്റിൻ്റെ പിതാവാണ് പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ. ജോൺ ഓസ്റ്റിൻ്റെ കാലത്ത് സ്തോത്രം അമേരിക്കയിലെ ഏറ്റവും വലിയ ചർച്ചായിരുന്നു ലേക്ക്വുഡ് ചർച്ച്. ജോൺ ഓസ്റ്റിൻ്റെ കാലത്ത് ഏറ്റവും വലിയ സഭയായിരുന്നു അത്. സോ അദ്ദേഹം ആ ദിവസങ്ങളിൽ ഈ ഉദയ്പൂര് ഡോക്ടർ തോമസ് മാത്യു ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉദയ്പൂര് ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് കടന്നു വന്നിരുന്നു. 800 പാസ്റ്റേഴ്സ് അന്നുണ്ടായിരുന്നു. ഇന്നവർക്ക് ഒത്തിരി പേര് കാണും. അന്ന് 800 പാസ്റ്റേഴ്സ് ആ പാസ്റ്റേഴ്സ് കോൺഫറൻസിനുണ്ട്. അപ്പോൾ ജോൽ ഓസ്റ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ പാസ്റ്ററാണ് കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് 3 മാസം ആകുന്നേ ഉള്ളൂ. ജോൽ ഓസ്റ്റിൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് 3 മാസം ആകുമ്പോഴാണ് വന്നത്. 800 പാസ്റ്റേഴ്സിൻ്റെ മുൻപിൽ അദ്ദേഹം ശുശ്രൂഷിക്കാൻ വേണ്ടി എഴുന്നേറ്റിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിലെ ആ വാക്യം താൻ വായിച്ചു, സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങൾ എത്ര മനോഹരം. എന്നിട്ട് അദ്ദേഹം കുറച്ചങ്ങ് പ്രസംഗിച്ചു തുടങ്ങി. കുറച്ച് അല്പനേരം ഇപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഇറങ്ങി വന്ന് ഈ ദൈവദാസനങ്ങ് കരയാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, ഉണർവ് ആരംഭിക്കുന്നത് കണ്ണുനീരിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? ഉണർവ് ആരംഭിക്കുന്നത് കീബോർഡിലല്ല, താളമേളത്തിലല്ല, ഉണർവ് ആരംഭിക്കുന്നത് കണ്ണുനീരിലാണ്. അപ്പോൾ ഈ കുട്ടി യോഗത്തിൽ, ഈ സഭായോഗത്തിൻ്റെ ഒന്ന് കരഞ്ഞ് ശുശ്രൂഷിക്കാൻ അവിടെ നിന്ന് കൃപ ചെയ്യണേ. സോ ഈ ദേവദാസൻ അങ്ങ് കരയാൻ തുടങ്ങിയിട്ട് അദ്ദേഹം ആ നോർത്ത് ഇന്ത്യക്കാരായ ആ പാവപ്പെട്ട ദേവദാസന്മാരുടെ ദൈവമക്കളുടെ പാദം നോക്കിയിട്ട് പറയുന്നു. അപ്പോൾ താൻ പറഞ്ഞു, നിങ്ങളുടെ പാദങ്ങൾ ഒത്തിരി മനോഹരമാണ്, എനിക്ക് ഈ പാദങ്ങളെ കഴുകണമെന്നുണ്ട്. ഡോക്ടർ തോമസ് മാത്യുവിനെ നോക്കി പറഞ്ഞു, കുറച്ച് വെള്ളം കൊണ്ടുപോവാ, ഒരു ബേസ് എന്താ വെള്ളം ഇങ്ങനെ കൊണ്ടുപോവാ. ആ മനുഷ്യൻ ഓൾമോസ്റ്റ് 7.5 മണിക്കൂർ സമയമെടുത്ത്, പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ 7.5 മണിക്കൂർ സമയമെടുത്ത് ആ 800 പാസ്റ്റേഴ്സിൻ്റെ പാദം കഴുകി. ഡോക്ടർ തോമസ് മാത്യു എന്നോട് പറഞ്ഞു, മോനെ, അന്ന് തുടങ്ങിയ വലിയ ചലനം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. സോ അവരുടെ കൺവെൻഷനാണ് നവാപൂർ കൺവെൻഷൻ. നിങ്ങളിന്ന് പോയാൽ ആൾമോസ്റ്റ് 40,000 ആൾക്കാർ കൂടുന്നത് അതേ മഹാരാഷ്ട്ര, ഗുജറാത്ത് ഏരിയയിൽ കാണുവാൻ കൊണ്ടും കഴിയും. നവാപൂർ കൺവെൻഷനെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രസംഗിച്ച ദൈവമനുഷ്യനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ആരംഭിച്ചത്? എങ്ങനെയാണ് ഈ ദൈവപ്രവൃത്തി ആരംഭിച്ചത്? ഒരു ദൈവദാസൻ്റെ ഒബീഡിയൻസ് ആണ്. സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങൾ എത്ര മനോഹരം. ഇത് ഭിന്നതയുടെ സുവിശേഷമല്ല, ഇത് വഴക്കിൻ്റെ സുവിശേഷമല്ല, ഇത് കോമ്പറ്റീഷൻ്റെ സുവിശേഷമല്ല. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിൻ്റെ ചെരുപ്പ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സമാധാന സുവിശേഷം. ഹൂ ഈസ് അവർ പീസ്? എന്താണ് ഈ സമാധാനം? എഫെസ്യർ 2 പറയുന്നു, സ്തോത്രം, അവൻ നമ്മുടെ സമാധാനം. അർത്ഥം യേശുവാണ് നമ്മുടെ സമാധാനം. യേശുവിൻ്റെ പേര് തന്നെ പ്രിൻസ് ഓഫ് പീസ്, അവൻ സമാധാന പ്രഭുവാണ്. സ്തോത്രം. സോ യേശുവാണ് നമ്മുടെ സമാധാനം. യേശു കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തതായ സമാധാനമാണ്. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകത്തിന് ഈ സമാധാനം തരാൻ കഴിയത്തില്ല, ലോകത്തിന് ഈ സമാധാനം എടുക്കാനും കഴിയത്തില്ല. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. സോ ജീസസ് ഈസ് അവർ പീസ്. യേശുവാണ് നമ്മുടെ സമാധാനം. യേശുവാണ് സത്യം, യേശുവാണ് നീതി. നമ്പർ 2, യേശുവാണ് നമ്മുടെ സമാധാനം. നമ്പർ 4, ആ 4ാമത്തെ പീസ് നിങ്ങൾ നോക്കുമ്പോൾ ആ പടയാളിയുടെ ഇടത് കയ്യിൽ ഒരു പരിചയമുണ്ട്. ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. ആ പടയാളിയുടെ ഇടത് കയ്യിൽ ഒരു ഷീൽഡുണ്ട്, ഒരു പരിചയമുണ്ട്. പലരുടെയും കയ്യിൽ സ്തോത്രം പരിചയമില്ലാത്തത് പരാജയമാണ്. ഒരിക്കൽ കൂടെ, ആരും മിണ്ടാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം. പരിചയമില്ലെങ്കിൽ പരാജയമാണ്. ഗോലിയാത്തിനെ നോക്കിയാട്ടെ. ഗോലിയാത്തിന് കയ്യിൽ വാളുണ്ടായിരുന്നു, കുന്തമുണ്ടായിരുന്നു. ഗോലിയാത്തിൻ്റെ കയ്യിൽ പരിചയമില്ലായിരുന്നു. ഗോലിയാത്തിൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു ഉണ്ടായിരുന്നത്, ഷീൽഡ് ബെയറർ. ഗോലിയാത്തിൻ്റെ മുൻപിൽ ഒരു പരിചയക്കാരനായിരുന്നു ഉണ്ടായിരുന്നത്. മോനെ, ആരെങ്കിലും എൻ്റെ കൂടെ 1 മിനിറ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടി വന്നേ. ഏതെങ്കിലും ബോയ്സ്? സ്തോത്രം. ആര് വരും? ഏതെങ്കിലും ഒരു ബോയ്സ് ആരെങ്കിലും വാ. താങ്ക് യു. അപ്പോൾ എൻ്റെ ഷീൽഡ് ബെയറാണ് ഈ വരുന്നത്. മോൻ്റെ പേരെന്താ? ഷോൺ. താങ്ക് യു.
അപ്പോൾ ഞാനാണ് ഗോലിയാത്ത് എന്നിരിക്കട്ടെ, അല്പം ഹൈറ്റും വെയിറ്റും ഒക്കെ ആയി, ഏറ്റവും പിൻപിൽ ഞാൻ നിൽക്കുകയാണ്. ഷോൺ എൻ്റെ ഷീൽഡ് ബെയററാണ്. അപ്പോൾ ഷീൽഡ് ബെയറിനെ എൻ്റെ ഷീൽഡ് അവൻ്റെ മുൻപിൽ കൊടുത്തിട്ട്, സ്തോത്രം, അതെ, ഞാൻ പറയും, എന്തെങ്കിലും പോരാട്ടം വരുന്നെങ്കിൽ നീ താങ്ങിക്കൊള്ളണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. സോ ഇതുപോലെയാണ് പല ദൈവദാസന്മാരെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള, ഇവിടെയല്ല, നാട്ടിൽ. വിസിറ്റിംഗ് പാസ്റ്റർ നമ്പർ മേടിച്ചിട്ട് നമ്മൾ പറയുന്നു, പാസ്റ്ററെ പ്രാർത്ഥിച്ചോളണേ കുട്ടിക്ക് വേണ്ടി, പ്രവാചകനെ പ്രാർത്ഥിച്ചോളണേ. അപ്പോൾ പ്രവാചകൻ പറയും, യെസ് പ്രാർത്ഥിച്ചോളാം. പക്ഷേ അവൻ ബോർഡിംഗ് പാസ് വാങ്ങുന്നതിന് മുമ്പേ നിൻ്റെ പേര് മറന്നുപോയി എന്നുള്ളത് അവനും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ദൈവദാസൻ പറയും, സ്തോത്രം, മതി, ദൂത് കിട്ടുമ്പോൾ ഞാൻ മിസ് കോൾ തരും, അമ്മാമ്മ എന്നെ വിളിച്ചാൽ മതി. ഷീൽഡ് ബെയററെ അമ്മാമ്മ പ്രാർത്ഥിക്കത്തില്ല, അമ്മാമ്മ മുട്ടുമടക്കത്തില്ല, അമ്മാമ്മ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ച് നടക്കുക. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്തോത്രം, ഒരു പ്രാർത്ഥന തൊഴിലാളിയെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. നിന്റെ പരിച നീ തന്നെ ചുമക്കണം. കമോൺ, നിന്റെ പരിച നീ ചുമന്നേ പറ്റത്തുള്ളൂ. ഷീൽഡ് ബെയററെ കൊടുത്താൽ, നീ പിടിക്കേണ്ട പരിച വേറെ വല്ലവൻ്റെ കയ്യിൽ കൊടുത്താൽ, ദാവീദിൻ്റെ കല്ല് വന്നപ്പോൾ ഷീൽഡ് ബെയറർ പോയി കറക്റ്റായിട്ട് ഗോലിയാത്തിൻ്റെ തലയ്ക്ക് അടിച്ചു, അവൻ നിലത്ത് വീണു. മക്കളെ ചെന്നിരിക്കും, ഇനിയും വരേണ്ടി വരും. സ്തോത്രം. നോക്ക്, അതുകൊണ്ട് അടുത്തിരിക്കുന്നവർ നോക്കി പറ, പരിച മാത്രം ചോദിക്കല്ലേ, പറ മൂത്തോക്കി പറ, ഐ വോണ്ട് ഗീവ് മൈ ഷീൽഡ്. എൻ്റെ പരിച മാത്രം ചോദിക്കല്ലേ. കുറച്ച് പണം വേണമെങ്കിൽ തന്നോളാം, പക്ഷെ പരിച തരത്തില്ല. കമാൻ, വേണമെങ്കിൽ കുറച്ച് പണം തന്നാലും എൻ്റെ പരിച ഞാൻ മുറുകെ പിടിക്കുക. എൻ്റെ പരിച ഞാൻ മുറുകെ പിടിച്ചിട്ട് പറയും, ശത്രുവേ, ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ മീതയുണ്ട്, ദൂതന്മാരെൻ്റെ ചുറ്റുമുണ്ട്, ഞാൻ ജയിപ്പാനായി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഈ പട്ടണത്തിൽ ഈ ദൈവദാസൻ, ഈ ദൈവജനം ഒറ്റയ്ക്കല്ല, ദൈവം അവരുടെ കൂടെയുണ്ട്, യേശു അവരുടെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ് അവരുടെ മീതയുണ്ട്, ദൂതന്മാർ അവരുടെ ചുറ്റുമുണ്ട്. അവിടെ ഇടത് കയ്യിൽ ഒരു പരിചയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വ്യക്തികളിൽ പ്രൊട്ടക്ഷൻ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയമാകുന്നു. എല്ലാ വ്യക്തികളിൽ, എല്ലാ വാഹനങ്ങളിൽ പ്രൊട്ടക്ഷൻ, എല്ലാ ജോലികളിൽ പ്രൊട്ടക്ഷൻ, എല്ലാ യാത്രകളിൽ പ്രൊട്ടക്ഷൻ, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിചയം ഉയർത്തുമ്പോൾ നിനക്ക് മാത്രമല്ല, നിനക്കും നിന്റെ ബിലോങ്ങിങ്സിന്, നിന്റെ കൂടെയുള്ള സകലർക്കും നീ നിമിത്തം സംരക്ഷണയുണ്ട്. ഈ ഊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. അവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ദൈവദാസനുണ്ട്, ജോഷുവ ദേവസഹായം. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചാണ്. ഒരു സ്തോത്രം പറ. ജോഷുവ ദേവസഹായം ഒരു പെൺകുട്ടിയെ വിളിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദർ, ഇവൾക്കൊരു ഭയങ്കര സാക്ഷ്യമുണ്ട്, അവളുടെ പേര് ക്രിസ്റ്റീന എന്നാണ്. ഞാൻ ചോദിച്ചു, കുഞ്ഞെ നിൻ്റെ സാക്ഷ്യം എന്താണ്? അവൾ പറഞ്ഞു, ഒരു ദിവസം എൻ്റെ കോളേജിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഫ്ലവർ ഫെസ്റ്റിവൽ സമയത്ത്, ഊട്ടി ഫ്ലവർ ഫെസ്റ്റിവൽ സമയത്ത് ഞാനിങ്ങനെ വരികയാണ്. വരുമ്പോൾ സിംസ് പാർക്ക് എന്നറിയപ്പെടുന്ന ഒരു പാർക്കുണ്ട്. നിങ്ങൾ ഊട്ടി പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഊട്ടി പോയിട്ടുള്ളവർ നോക്കുക, കറങ്ങി നടക്കുക. ആത്മീയ നേരെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കത്തില്ല, കറങ്ങി നടക്കുക. നോ, ഐ എം കിഡിങ്. സ്തോത്രം, നല്ല കാര്യം. ഹല്ലേലൂയ. സോ അങ്ങനെ സ്തോത്രം. അതെ, അവൾ സിംസ് പാർക്കിൻ്റെ അരികിൽ, കോളേജ് കഴിഞ്ഞ് സിംസ് പാർക്കിൻ്റെ അരികിൽ ഒരു മാരുതി വാൻ, ഒരു ചെറിയ വാൻ വന്നു നിന്നു. അതിൽ നിന്ന് 2 പേർ ചാടി ഇറങ്ങി അവളെ മുഖത്തേക്കൊരു ടവൽ വലിച്ചെറിഞ്ഞു. ആ സിംസ് പാർക്കിൻ്റെ ആ ഏരിയയിൽ ആൾക്കാർ കുറവാണ്. ഇന്ന് ധാരാളം ആൾക്കാർ, ഒരുപക്ഷെ ചുറ്റുപാട് വീടൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് സ്തോത്രം, ഒരു 33 വർഷം മുമ്പുള്ള കാര്യമാണ് എന്ന് വിചാരിച്ചാൽ എനിക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല. കമാൻ, അങ്ങനെ ദയനീയമായി നോക്കാതെ. സ്തോത്രം. സോ അന്ന് അവിടെ ആൾക്കാർ കുറവായിരുന്നു. സോ അവിടെ ഒരു വാൻ വന്നു. ആ കുട്ടിയുടെ അടുക്കലേക്ക് 2 പേർ ഓടി വന്ന് ടവൽ വലിച്ചെടുത്തു. ക്ലോറോഫോമിൻ്റെ സ്മെല്ലകത്ത് പോയി അവൾ ഫെയിൻ്റായിപ്പോയി. അവളെ പെട്ടെന്ന് അവന്മാരെടുത്ത് വാനിലിട്ട് കിഡ്നാപ്പ് ചെയ്തു, തട്ടിക്കൊണ്ടുപോയി. അല്പനേരം കഴിഞ്ഞ് അവളെ കണ്ണ് തുറക്കുമ്പോൾ ഘോര വനത്തിലാണ്, വളരെ വനത്തിലാണ്, കാട്ടിനുള്ളിൽ അവൾ കൊണ്ടുവന്ന് വെച്ചേക്കുക. അപ്പോൾ ഇടതുവശത്തും വലതുവശത്തും ബലിഷ്ഠരായ 2 പുരുഷന്മാരുണ്ട്, മുന്നിൽ 2 പേരുണ്ട്. ഡ്രൈവറാണ് അതിൻ്റെ ലീഡർ. അവൾ കണ്ണു തുറന്നപ്പോൾ സ്തോത്രം, അത് ആ ഡ്രൈവറാകുന്ന ലീഡർ ചോദിച്ചു, ഏയ് ഉനക്ക് പേരെന്നാ, നിൻ്റെ പേരെന്താ? അവൾ പറഞ്ഞു, എൻ്റെ പേര് ക്രിസ്റ്റീന. ഉടനെ അവൻ തിരിച്ചു പറഞ്ഞു, സ്തോത്രം, അതിനർത്ഥം നീ ക്രിസ്ത്യാനിയാണ്. ഉടനെ അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ക്രിസ്ത്യാനി എന്നല്ല പറയേണ്ടത്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനി എന്ന് അറിയാതെ അവൾ പറഞ്ഞു.
യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനി. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, ഞാൻ എപ്പോൾ ഞാൻ അറിയാതെ വിളിച്ചു പറഞ്ഞോ, ഒരു വെളുത്ത മേഘം വന്ന കാറിൽ മുഴുവൻ മൂടി. ആ 4 പേർ ഫ്രീസായി. സെയിം ടൈം ഉണ്ടല്ലോ, ഇതേ സമയത്ത് ഇതിങ്ങനെ സ്തോത്രം ഈ കാട്ടിൽ നടക്കുമ്പോൾ ഇവളിപ്പോൾ വരും എന്ന് പറഞ്ഞ് പേരൻസ് കാത്തിരിക്കുക. വരേണ്ട സമയം കഴിഞ്ഞിട്ട് അവളെ കാണാത്തത് കൊണ്ട് പേരൻസ് നേരെ പക്ഷേ ജോഷുവ ദൈവ സഹായത്തിൻ്റെ അടുക്കലേക്ക് പോയി. അത് കോളനിയുടെ നടുവിലുള്ള ഒരു ചർച്ച. ടീ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ചുറ്റും പാർക്കുന്ന സെൻട്രലാണ് ചർച്ച്. ഒരു വീട്ടിൽ നിന്ന് നന്നായി ചുമച്ചാൽ ചുറ്റുമുള്ള എല്ലാവരും കേൾക്കും. അപ്പോൾ ക്രിസ്റ്റീന വീട്ടിൽ വന്നില്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് ന്യൂസ് ചർച്ചിലുള്ള എല്ലാ വിശ്വാസികളെ ചെവിയിലെത്തി. കാരണം എല്ലാവരും ആ കോളനി പാർക്കുന്ന 400 വിശ്വാസികളാണ്. ഒരു അരമണിക്കൂറായപ്പോഴേക്കും ഹാള് നിറഞ്ഞു. പാസ്റ്റർ ജോഷുവ ഇന്നലെ പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ പോകുമ്പോൾ ഇന്നും ആ ദേവദാസനോട് ചോദിക്കണം ഈ അനുഭവം. സ്തോത്രം. അതെ, പാസ്റ്റർ ജോഷുവ എന്നോട് പറഞ്ഞത് ഒരു അരമണിക്കൂറിനുള്ളിൽ ഹാള് നിറഞ്ഞു. അപ്പോൾ ആര്യ വന്ന് പറഞ്ഞു, ഇതാ എല്ലാവരും പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. ആ ഹാളിലേക്ക് പാസ്റ്റർ ജോഷുവ കടന്നു ചെല്ലുമ്പോൾ മുട്ടുമേൽ നിന്നു. തമിഴ് സഹോദരങ്ങൾ അങ്ങനെയാണല്ലോ, അവർ മുട്ടുമേൽ നിന്നു, ആണ്ടവരേ കാപ്പാത്തയ്യാ, കർത്താവേ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് മുട്ടുമേൽ നിന്നു ഓലച്ചുകുപ്പി മരണ വീട്ടിലെന്ന് പോലും നിലവിളിച്ച് പ്രാർത്ഥിക്കുക. പാസ്റ്റർ ജോഷുവ എന്നോട് പറഞ്ഞത്, ബ്രദർ, ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആരുടെ കുഞ്ഞാണ് പോയത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആരുടെ കുട്ടിയാ ഇങ്ങനെ നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം ചർച്ചെന്ന് പറയുന്നത് നിൻ്റെ കുട്ടി എൻ്റെ കുട്ടി ഒരുപോലെയാണ്. നിൻ്റെ കണ്ണുനീര് എൻ്റെ കണ്ണുനീര്, നിൻ്റെ വിഷയം എൻ്റെ വിഷയം, നിൻ്റെ വേദന എൻ്റെയും വേദനയാണ്, നിൻ്റെ ഭാരം ഖമാൻ, ആരും മിണ്ടുന്നില്ലല്ലോ, എൻ്റെ ഭാരം നിൻ്റെ ഭാരം. നമ്മൾ ഒന്നാണ്. കാരണം നമുക്ക് പല അപ്പനില്ല, നമുക്ക് ഒരപ്പനാണുള്ളത്. 2 പേർ ഐക്യമത്യപ്പെടുമ്പോൾ, അല്ലാതെ ഒരുത്തന് എന്തെങ്കിലും വരുമ്പോൾ അവനത് മെനിഞ്ഞാന്നേ വരണമായിരുന്നു. നോ, അതല്ല. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ 400 പേർ മുട്ടുമേ നിൽക്കുമ്പോഴാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി സ്തോത്രം അതെ കാട്ടിൽ വച്ചിരിക്കുന്നത്. ആ സമയത്ത് അറിയാതെ അവൾ പറഞ്ഞു, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനി ഞാൻ. ആ മഹത്വ മേഘം വന്ന് ആ കാറിൽ പൊതിയപ്പെട്ടു. ചില മണിക്കൂർ കൂടെ മുന്നോട്ട് പോയി. അവസാനം ആ 4 പേർ ഇങ്ങനെ പറഞ്ഞു, നിന്നെ പിച്ച് ചീന്തണമെന്നുണ്ട്, പക്ഷേ അമാനുഷികമായ ഒരു വല്ലമയ, അമാനുഷികമായ ഒരു ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് നിന്നെ തൊടുവാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ. എവിടെ നിന്നാണോ അവളെ പിടിച്ചത് അതേ സ്ഥലത്ത് അവളെ കൊണ്ടുപോയി ഇറക്കി വിട്ടു. അവൾ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ആരുമില്ല, എല്ലാവരും ചർച്ചില്ല, ഒന്നും തിന്നില്ല, മെൻ്റൽ ടെൻഷൻ. യുവമാർ കൊണ്ടുപോയി സ്തോത്രം എന്തോ ഭയന്നു പോയി. കുട്ടി അവിടെ കിടന്ന് വീട്ടിലെത്തിയെന്ന് തളർന്ന് ഉറങ്ങി. സ്തോത്രം. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ പേരൻസ് പ്രയറെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടി കിടന്നുറങ്ങുന്ന പോലെ ആ കൗച്ചിൽ അവൾ കിടന്നുറങ്ങുക. അവളോട് ചോദിച്ചു, ക്രിസ്റ്റീന, നീ എവിടെയായിരുന്നു? നിനക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുമേ നിൽക്കുമായിരുന്നു, ഞങ്ങൾ നിലവിളിക്കായിരുന്നു, നിനക്ക് എന്നാ പറ്റിയത്? അവൾ പറഞ്ഞു, സ്തോത്രം, അതെ, ഞാനിങ്ങനെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. അർത്ഥം ഞാൻ ചുരുക്കി പറയട്ടെ, നിന്റെ വിശ്വാസം എന്ന പരിച നീ ഉയർത്തുമ്പോൾ നീ കാണുന്ന മണ്ഡലത്തിൽ മാത്രമല്ല, കാണാത്ത മണ്ഡലത്തിലും നിന്റെ സന്തതിയായിരിക്കുന്നിടത്ത് സംരക്ഷണയുണ്ട്. നിനക്കവരെ തൊടുവാൻ കഴിയുന്നില്ല, പക്ഷേ തൊടുന്ന ആണിപ്പടുത്തുള്ള ഒരു കരമുണ്ട്. നിനക്കവരെ കാണാൻ കഴിയുന്നില്ല, കാണുന്ന ഒരു കണ്ണുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. പ്രസന്റിൽ മാത്രമല്ല ഫ്യൂച്ചറിലും ദൈവത്തിൻ്റെ സംരക്ഷണയുണ്ട്. വിശ്വാസം എന്ന പരിച. എബ്രായർ 12:2 പറയുന്നു, ജീസസ് ഈസ് അവർ ഫെയ്ത്ത്. യേശുവാണ് നമ്മുടെ വിശ്വാസം. യേശുവാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശു. സോ ജീസസ് ഈസ് അവർ ഫെയ്ത്ത്. യേശുവാണ് നമ്മുടെ വിശ്വാസം, യേശുവാണ് നമ്മുടെ സത്യം, യേശുവാണ് നമ്മുടെ നീതി, യേശുവാണ് നമ്മുടെ സമാധാനം, യേശുവാണ് നമ്മുടെ വിശ്വാസം. സ്തോത്രം. അതെ, 5-മതായി രക്ഷ എന്ന ശിരസ്ത്രം. നിങ്ങളുടെ തലയെ സംരക്ഷിക്കുന്നതാണ് ശിരസ്ത്രം അഥവാ ഹെൽമറ്റ്. ദ ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ. നിങ്ങളുടെ തലയെ, മീനിങ് നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ്, സ്തോത്രം, ലോക മനുഷ്യൻ്റെ മനസ്സ് പോലെയല്ല. രക്ഷിക്കപ്പെട്ടവൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സാണ്.
ഒരിക്കൽ കൂടെ ആരും വേണ്ടിയില്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവൻ്റെ മനസ്സ് അപ്പൻ്റെ മനസ്സല്ല, അമ്മയുടെ മനസ്സല്ല, കുടുംബ മനസ്സല്ല, ലോകത്തിൻ്റെ മനസ്സല്ല, പകരം ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് വളഞ്ഞ വക്രതയുടെ മനസ്സല്ല. നേരെ വാ നേരെ പോ. നല്ല രാമയും പറഞ്ഞാട്ട് ക്രിസ്തുവിൻ്റെ മനസ്സ് ഒന്നിനും വഴിമാറാതെ നേരെ നടക്കുന്നവനാണല്ലോ സിംഹം. യഹൂദ ഗോത്രത്തിലെ സിംഹമായ യേശുവിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. സ്തോത്രം. അർത്ഥം ഒരുത്തൻ്റെ മുഖത്ത് നോക്കി വെണ്ണ തേച്ച ശവക്കല്ലറി എന്ന് നേരിട്ട് പറഞ്ഞു, അല്ലാതെ കുറ്റം പറഞ്ഞു നടന്നില്ല. സ്ട്രെയിറ്റായി ട്രാൻസ്പെറൻ്റായ മൈൻഡ്. സഹോദരന്മാരെ, അതൊരു വലിയ പ്രസംഗമാണ്. പക്ഷേ 2 സെൻറ്റൻസ് ഞാൻ പറയട്ടെ. നിൻ്റെ മനസ്സ് വലുതാകുമ്പോഴാണ് നിൻ്റെ ജീവിതം വലുതാകുന്നത്. വലിയ മനസ്സിന് മാത്രമേ വലിയ അനുഗ്രഹത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ കൂടെ നിന്നെ ചെറുതല്ല നീ ചിന്തിക്കേണ്ടത്, ചെറുതല്ല നീ പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, നിങ്ങളുടെ ചേർച്ചിനെ കുറിച്ച്, പ്രത്യേകിച്ച് നിങ്ങളുടെ തലമുറയെക്കുറിച്ച് നിങ്ങൾ ചെറുതല്ല ചിന്തിക്കേണ്ടത്, നിങ്ങൾ വലുതാണ് ചിന്തിക്കേണ്ടത്. കാരണം നമ്മുടെ ദൈവം ചെറിയവനല്ല, നമ്മുടെ ദൈവം വലിയവനാണ്. സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിന്, നമ്മുടെ ഗ്ലാമറിനല്ല, യേശു കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെറുതല്ല ഈ രാജ്യത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, വലുതാ ചിന്തിക്കേണ്ടത്. 50 ദിവസം ഞാൻ വന്നപ്പോൾ ഞാൻ പാസ്റ്ററടുത്ത് പറഞ്ഞു, ഞാൻ കാണുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ഞാൻ കാണുന്നത് 500 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ബിൽഡിങ്ങാണ്. ഓ കമോൺ ആമേൻ പറ. അത് നിറഞ്ഞിരിക്കുന്ന വിശ്വാസികളാണ്. ഞാൻ കാണുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് അപ്പോസ്റ്റൽ മിനിസ്ട്രിയാണ്. ഞാൻ കാണുന്നത് അസോസിയേറ്റ് പാസ്റ്റേഴ്സിനെയാണ്. ഞാൻ കാണുന്നത് അമേസിങ് ക്വയേഴ്സാണ്. ഞാൻ കാണുന്നത് സ്തോത്രം അത് PSAGയുടെ ഓൺ പാട്ടുകളാണ്, നിങ്ങളുടെ പാട്ടുകളാണ്. അത് വേൾഡ് വൈഡ് ഫേമസാണ്. ഞാൻ കാണുന്നത് നിങ്ങളിലൂടെ നടക്കുന്ന വലിയ മിഷണറി മൂവ്മെൻറ്റ്. നിങ്ങളുടെ മക്കൾ ലോക രാജ്യങ്ങളിൽ ശുശ്രൂഷകന്മാരായി കടന്നു പോകുന്നത്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കടന്നു വന്ന് ക്രൂസേഴ്സും സെമിനാർസും ശുശ്രൂഷകളും ദൈവകൃപയാൽ ചെയ്യുന്നത്. ഇന്നത്തെ ഞെരുക്കമല്ല നിങ്ങൾ കാണേണ്ടത്, നാളത്തെ വലിയ വിശാലതയാണ്. ചെറുത് കണ്ടാൽ ചെറുതേ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം എൽ ഷഡായി ആ കൂടാരത്തിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അബ്രഹാമേ വെളിവാ, കൂടാരത്തിൻ്റെ വെളിവാ, എന്നിട്ട് നീ ആകാശത്തിലേക്ക് നോക്ക്. അതുവരെ അവൻ കൂടാരത്തിനകത്തിരുന്ന് ഞാൻ ഭാര്യ ജനിക്കാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി 1 2 3 3 2 1 1 2 3 ഇവൻ മിനിമം ചിന്തിച്ചിട്ടിരുന്നവനെ തമ്പുരാൻ പിടിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് മാക്സിമം കാണിച്ചു കൊടുത്തു. ഓ കമാൻ കാഴ്ചപ്പാടുകൾ മാറട്ടെ. നീ മിനിമം അല്ല പ്ലാൻ ചെയ്യേണ്ടത്, നിൻ്റെ ലൈഫിനെ കുറിച്ച്, നിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. ആർക്കും വേണ്ടേ? കമാൺ, നീ മാക്സിമമാണ് പ്ലാൻ ചെയ്യേണ്ടത്. ICP മാത്യു സാറ് വർഷങ്ങൾക്കും എന്നോട് പറഞ്ഞു, സുരേഷേ, ഒരു യജമാനൻ ഒരു തോട്ടത്തിൽ ഒരു തയ്യ വയ്ക്കുമ്പോൾ ഇത് മാക്സിമം ഫലം കായ്ക്കണമെന്ന് പറഞ്ഞാൽ വെച്ചത്. സ്തോത്രം. അത് പ്രൊഫറ്റിക് ദൂതായി ഞാൻ ഏറ്റെടുത്തു. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഞാനത് തിരിച്ച് നിങ്ങൾക്ക് തന്നിട്ട് പോകുക. അപ്പച്ചൻ ആകുന്ന യജമാനൻ നിന്നെക്കുറിച്ച് മാക്സിമം ഫ്രൂട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ചെറുതല്ല ചിന്തിക്കണം. നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് വലുതാണ് ചിന്തിക്കേണ്ടത്. ശുശ്രൂഷയെക്കുറിച്ച് വലുതാണ് ചിന്തിക്കേണ്ടത്. ആയിരങ്ങളെ 10,000 ദൈവകൃപയാൽ നിങ്ങൾ ഇമ്പാക്റ്റ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. ഇന്ത്യൻ ചർച്ചിന് നിങ്ങളൊരു അനുഗ്രഹമാണ്. ലോകത്തിലെ സഭകൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ചെറുതല്ല ചിന്തിക്കേണ്ടത്. കോഴിയെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കോഴി തിന്നിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. പോട്ടെ. സ്തോത്രം. കോഴി താഴോട്ടാ നോക്കി നടക്കുന്നേ. കൊക്കൊക്കൊക്കൊ എൻ്റെ ആഹാരമേ, എൻ്റെ കൂടെ, എൻ്റെ കുഞ്ഞെ, കൊക്കൊക്കൊക്കൊ. കോഴി കുനിഞ്ഞാണ് നടക്കുന്നത് സായം പാസ്റ്ററെ. പക്ഷെ കഴുകൻ, സ്തോത്രം, കുനിഞ്ഞല്ല നടക്കുന്നത്. കഴുകൻ തല ഉയർത്ത് ഉദിച്ചുയർന്ന് നിൽക്കുന്ന സൂര്യനെ നോക്കി ഉയരങ്ങളിലേക്ക് നോക്കി പറക്കുന്നവനാണ് കഴുകൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് പകൽക്കാലം എല്ലാ കോഴി ക്ലബ്ബുകൾ ഉടഞ്ഞിട്ട് കഴുകൻ ക്ലബ്ബുകളുടെ ആരംഭം ദൈവകൃപയാൽ നടക്കട്ടെ. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിച്ചാണ്.
രക്ഷ എന്ന ശിരസ് മനസ്സാണ് വിഷയം. മനസ്സാണ് വിഷയം. വലിയവ പ്രതീക്ഷിച്ചാട്ടെ, വലിയവ കണ്ടാട്ടെ, വലിയവ പ്രതീക്ഷിച്ചാട്ടെ, വലിയവ ദൈവത്തോട് ചോദിച്ചാട്ടെ, എന്നെ വലിയതാക്കണം. നോ 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 നോ, ഞാൻ പ്രൈഡ് അല്ല പഠിപ്പിക്കുന്നത്, ഞാൻ കോമ്പറ്റീഷൻ അല്ല പറയുന്നത്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി വലിയവ പ്രതീക്ഷിച്ചാട്ടെ. നമ്മുടെ ഗ്ലാമറിനല്ല, ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, നമ്മുടെ ഗ്ലാമറിനല്ല, അവൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിനായി പറഞ്ഞാട്ടെ, എല്ലാം അങ്ങേ. മതി മതി മതി, പാടാൻ നേരമില്ല. സ്തോത്രം. അത് തന്നെ, യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. എൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സ്, രക്ഷ എന്ന ശിരസ്ത്ര. ഹല്ലേലൂയ. സത്യമരയ്ക്ക് കിട്ടി, നീതി എന്ന വചനം തിരിച്ച് സമാധാന സുരക്ഷയുടെ കാലുചെരുപ്പായിട്ട് വിശ്വാസം എന്ന പരിചയം ഏറ്റെടുത്ത് രക്ഷ എന്ന ശിരസ്സമാണ്. യേശുവാണ് സത്യം, യേശുവാണ് നീതി, യേശുവാണ് സമാധാനം, യേശുവാണ് വിശ്വാസം, യേശുവാണ് രക്ഷ. ഇനി വലത് കയ്യിൽ, പടയാളിയുടെ വലത് കയ്യിൽ വാളുണ്ട്. ആ വാളാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിന് തുല്യമായി ദൈവവചനം മാത്രമേ ഉള്ളൂ. വചനത്തിൽ നിൽക്കുന്ന സഭയെ വളരത്തുള്ളൂ. വചനത്തിൽ നിൽക്കുന്ന ദൈവദാസനെ തഴയ്ക്കത്തുള്ളൂ. വചനത്തിൽ നിൽക്കുന്ന വിശ്വാസിയെ വളരത്തുള്ളൂ. നീ ഞാൻ നിൽക്കേണ്ടത് അന്യഭാഷയിലല്ല, തുള്ളിച്ചാട്ടത്തിലല്ല, കൃപാവരങ്ങളല്ല, ദൈവവചനത്തിലാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാടെ. സ്വർഗത്തിൽ അവൻ്റെ പേര് ദൈവവചനം. വെളിപ്പാട് 19:13 സ്വർഗത്തിൽ യേശുവിൻ്റെ പേര് ദൈവവചനം എന്നാണ്. അപ്പോൾ വചനം എന്ന് പറയുന്ന യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞു, നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു എങ്കിൽ നിങ്ങളുടെ ബൈബിളിനെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന. ബില്ലി ഗ്രഹാം 20 അധ്യായത്തിലധികം ഡെയിലി വായിക്കുമായിരുന്നു. ഉറങ്ങിയിരുന്ന ആരാണ്ട് കണ്ണു തുറന്നു. ഒരിക്കൽ കൂടെ പറയാം, ബില്ലി ഗ്രഹാം ഡെയിലി സ്തോത്രം 20-ലധികം അധ്യായം ഡെയിലി വായിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു എങ്കിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത്, സ്റ്റഡി ഗ്രോത്ത് ഉണ്ടാകുവാൻ ദൈവവചനം, സ്തോത്രം, ബൈബിൾ നിങ്ങളുടെ അലമാരയിലും നിങ്ങളുടെ മേശപ്പുറത്തും അല്ല ഇരിക്കേണ്ടത്, നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തല്ല ഇരിക്കേണ്ടത്. അടുത്തിരിക്കുന്നവർ തൊട്ട് ഒന്ന് നോക്കിയാട്ടെ, അടുത്തിരിക്കുന്നവരൊന്ന് നോക്ക് എന്ന് പറ. വചനം ഹൃദയത്തിൽ ഇരിക്കണം. ഒന്ന് പറഞ്ഞു കൊടുക്ക്. വചനം എവിടെ ഇരിക്കണം? ഹൃദയത്തിലേക്ക്. അപ്പോൾ വായിക്കണം. മരുഭൂമിയിൽ സാത്താൻ യേശു കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ മോശ പറഞ്ഞു എന്നല്ല, സ്തോത്രം, കർത്താവ് പറഞ്ഞത്. മോശ പറഞ്ഞു എന്നല്ല പറഞ്ഞു. ഇറ്റ് ഈസ് റിട്ടൺ. നമുക്കുള്ള കുഴപ്പം, യൂട്യൂബിൽ ഇന്നാൾ പറഞ്ഞു, ഫേസ്ബുക്കിൽ കേട്ടു, ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു. നോ എന്നല്ല പറയേണ്ടത്. ഇറ്റ് ഈസ് റിട്ടൺ. ഹല്ലേലൂയ. വചനം, സ്തോത്രം. എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല, അടുത്ത ഭാഗത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. യേശുവാണ് വചനം. മോന് വന്നേ, ബാബാ ഷോൺ വന്നേ. സ്തോത്രം. നിൽക്കും മക്കളെ, പേടിക്കാതെ കയറിയിക്കടാ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കാം. അപ്പോൾ യേശുവാണ് സത്യം, യേശുവാണ് നീതി, യേശുവാണ് സമാധാനം, യേശുവാണ് വിശ്വാസം, യേശുവാണ് രക്ഷ, യേശുവാണ് ദൈവവചനം എന്ന വാള്. ഇതെങ്ങനെ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ നോർത്ത് ഇന്ത്യയിലായിപ്പോയി കഴിഞ്ഞ 23 വർഷമായി. റിയലി സോറി. കാരണം മലയാളികളുടെ നടുവിൽ എനിക്ക് പേടിയാണ് ഇത് പറ്റുമെന്ന്. അപ്പോൾ യേശുവാണ് സത്യം, യേശുവാണ് നീതി, യേശുവാണ് സമാധാനം, യേശുവാണ് വിശ്വാസം, യേശുവാണ് രക്ഷ, യേശുവാണ് ദൈവവചനം. അപ്പോൾ സർവായുധ വർഗത്തിൽ ഒരുവൻ നിറയുമ്പോൾ അവൻ IPCയിലല്ല നിറയുന്നത്, ചച്ചക്കോട് കൊണ്ടല്ല നിറയുന്നത്, ഏജ് കൊണ്ടല്ല നിറയുന്നത്, ഇൻഡിപെൻഡൻ്റ് കൊണ്ടല്ല നിറയുന്നത്. സർവായുധ വർഗത്തിൽ ഒരുവൻ നിറയുമ്പോൾ അവൻ യേശുവിനാൽ നിറയുന്നു. അപ്പോൾ ക്രിസ്തു എന്ന പടയാളിക്ക്, ക്രിസ്തുവിൻ്റെ പടയാളിക്ക് യൂണിഫോം ക്രൈസ്റ്റാണ്. സ്തോത്രം. നിന്റെ യൂണിഫോം ക്രിസ്തുവാണ്. നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യർ 3:27 നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരി. അപ്പോൾ ഇനി വെളിപ്പെടേണ്ടത് പെന്തിക്കോസ്ത് സ്വഭാവമല്ല, ഇനി വെളിപ്പെടേണ്ടത് യേശുവിൻ്റെ സ്വഭാവം. പറഞ്ഞേ വീണ്ടും പറഞ്ഞേ. യേശുവെ പോലെ, യേശുവിൻ എന്ന് പാടിയാ പോരാ. സ്തോത്രം. അത് പ്രവൃത്തിയിൽ വെളിപ്പെടണം. അപ്പോൾ യേശുവാണ് സത്യം, യേശുവാണ് നീതി, യേശുവാണ് സമാധാനം, യേശുവാണ് വിശ്വാസം, യേശുവാണ് രക്ഷ, യേശുവാണ് ദൈവത്തിൻ്റെ വചനം. ഇത് പറഞ്ഞപ്പോൾ ചിലരെന്നെ തുറച്ചു നോക്കുക. അവർ പറയണം, ഫ്രണ്ട് മാത്രമല്ലേ കവർ ചെയ്തേ, ബാക്ക് കവർ ചെയ്തില്ലല്ലോ. ഒരു പടയാളിയുടെ സർവായുധ വർഗത്തിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമല്ല, ഒരു പടയാളിയുടെ ഫ്രണ്ട് സൈഡ് മാത്രമല്ലേ കവർ ചെയ്തുള്ളൂ. ഷോണിൻ്റെ ബാക്കിൽ കവർ ചെയ്തില്ലല്ലോ. കേൾക്കണം, ഇവിടെ പാട്ട് പാടി എല്ലാ പിള്ളേരുടെയും ബാക്ക് ഓപ്പൺ ആണ്.
ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന എൻ്റെ ബാക്ക് ഓപ്പൺ ആണ്. എല്ലാ ദൈവമക്കളുടെ ബാക്ക് ഓപ്പൺ ആണ്. ഫ്രണ്ട് മാത്രമാണ് കർത്താവ് കവർ ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ കൂടെ, നിന്റെ ബാക്ക് ഓപ്പൺ ആണ്, ഫ്രണ്ട് മാത്രമേ കവറിങ് ഉള്ളൂ. എന്തുകൊണ്ട് ദൈവം സ്തോത്രം ബാക്ക് ഓപ്പൺ ആക്കിയിട്ടു? ഞാൻ സ്തോത്രം പെട്ടെന്ന് പറയട്ടെ. അതിന് രണ്ട് റീസൺ ഉണ്ട്. സ്തോത്രം, നിന്റെ ബാക്ക് ഓപ്പൺ ആണ്. അതുകൊണ്ട് ശത്രു ആക്രമിക്കുന്നത് സ്തോത്രം, ശത്രു ആക്രമിക്കുന്നത് പലപ്പോഴും സ്തോത്രം ഫ്രണ്ടിൽ നിന്നല്ല. പല സമയത്ത് ദൈവജനം കൂടുതൽ ആക്രമണം നേരിടുന്നത് ബാക്കിൽ നിന്നാണ്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും. സ്തോത്രം. പാമ്പിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പാമ്പിനെ കണ്ടിട്ടുള്ളവർ ഇവിടെ ഉണ്ടോ? പാമ്പ് ഇവിടെ പാമ്പില്ല. സ്തോത്രം. പാമ്പ് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയ. സ്തോത്രം. പാമ്പ് കടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? റിയൽ അത് ചത്ത് കാണും. ആ പാമ്പ് ചത്ത് കാണും. ഓക്കെ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, നോക്ക്. സ്തോത്രം. ഇനി തിരിച്ചു വയ്ക്കട്ടെ. തേള് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്കോർപ്പിയൻ. അപ്പോൾ എല്ലാം ഉണ്ട് സാജൻ പാസ്റ്റർ ഇതിനകത്ത്. ഇത് നോഹയുടെ പെട്ടകം പോലെ തോന്നുന്നു. എല്ലാം വന്നിട്ടുണ്ട്. ഓ പ്രൈസ് ലോർഡ്. കർത്താവേ ദേവദാസനെ കാത്തോളണേപ്പാ. സ്തോത്രം. എല്ലാവരും റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ സർവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം മാത്രം ആമേൻ പറഞ്ഞു. ഡോണ്ട് വറി. ബ്ലെസ്സഡ് പീപ്പിൾ. ഐ എം കിഡിങ്. യു ആർ വണ്ടർഫുൾ. ബ്ലെസ്സഡ് പീപ്പിൾ. നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ എനിക്കും നിനക്കും എല്ലാ ദൈവദാസന്മാർക്ക് ദൈവമക്കൾ രണ്ട് തരത്തിലുള്ള പോരാട്ടം. ഒന്ന് പാമ്പിൻ്റെ പോരാട്ടം. പാമ്പ് ഇങ്ങനെയാണ് കൊത്തുന്നത്, വിസിബിൾ അറ്റാക്ക്. മറ്റൊന്ന് തേളിൻ്റെ പോരാട്ടം. തേള് കണ്ടവർക്കറിയാം, അതിന് നീളമുള്ള കൈയുണ്ട്. അതുപോലെ ഒരു വാലുമുണ്ട്. അപ്പോൾ തേള് ചെയ്യുന്നത്, ഷാണേ കൊള്ളാലോ, നല്ല സ്യൂട്ട്. അപ്പോൾ തേളിൻ്റെ അറ്റാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഷാണേ കൊള്ളാലോ, രണ്ട് കൈ കൊണ്ട് പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ വാല് കൊണ്ട് ടിഷ്യും. മനസ്സിലായില്ലയോ? നിന്നെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ വിഷമുള്ള വാള് കൊണ്ട് പിന്നിലൂടെ ടിഷ്യും. അതാണ് തേളിൻ്റെ അറ്റാക്ക്. ഹല്ലേലൂയ. അനുഭവിച്ചിട്ടുണ്ടോ? ട്രസ്റ്റ് ചെയ്തവർ നിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? വിശ്വാസികൾ കൂടെ നിന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ടോ? കൂടെ നിന്ന് സ്കാൻഡലൈസ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയ മലയാളികളെ, ഞാൻ എന്തോ പറഞ്ഞേ? പ്രിയ മലയാളികളെ, താങ്ക് യു. അതുകൊണ്ട് പ്രിയ മലയാളികളെ, മലയാളി ബെൽറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത് പാമ്പ് കടിച്ചിട്ടല്ല. ഒത്തിരി ദൈവദാസന്മാർ, ഒത്തിരി പ്രവാചകന്മാർ, ഒത്തിരി സുവിശേഷകന്മാർ, ഒത്തിരി ഉണർവുകാർ. നിങ്ങൾ എൻ്റെ കൂടെ വാ, തമിഴ്നാട്ടിൽ വാ, ആന്ധ്ര വാ, കർണാടകയിൽ വാ, അല്ലെങ്കിൽ തെലുങ്കാന വാ, പഞ്ചാബിൽ വാ, ഗുജറാത്തിലും മഹാരാഷ്ട്രയും വാ. ഞാൻ കാണിച്ചു തരാം 10,000 ഒരുമിച്ച് കൂടുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് 1000 സ്നാനപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് മാസ് മിറക്കിൾസ്, മാസ് സ്ലൈനിങ്, മാസായ ദൈവപ്രവൃത്തി. എന്തുകൊണ്ട് ഈ പടവലങ്ങ പോലെയുള്ള ഈ സ്ഥലത്ത് ഇത് നടക്കുന്നില്ല? തേളിൻ്റെ നാടായി. സ്തോത്രം. പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന തേള്, അത് ഭൂതമാണ്. അത് പെന്തിക്കോസല്ല, അത് തല തകർന്ന ഭൂതത്തിന്റെ ആത്മാവാണ്. യേശുവിന്റെ നാമത്തിൽ ആ തേളിന്റെ പ്രക്രിയ ശാലേം അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് ഇന്ന് പകൽക്കാലം പുറത്തു പോകട്ടെ. കമാൺ. കൂടെ നിന്ന് സഹോദരന്മാരെ ഹേർട്ട് ചെയ്യുന്ന, കൂടെ നിന്ന് സഹോദരന്മാരെ കുറ്റം പറയുന്ന, കൂടെ നിന്ന് ദൈവദാസന്മാരെ കല്ലെറിയുന്ന, അധിക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന ആ പൈശാചിക സ്വഭാവം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ബിക്കോസ് എന്റെ കർത്താവ് പറഞ്ഞു, I will build my church and no gates of hell cannot prevail against it. നിനക്കറിയത്തില്ല ഓരോ ദൈവമക്കൾ എങ്ങനെയാ ജീവിക്കുന്നത്. നിനക്കറിയത്തില്ല എത്ര വലിയ വില കൊടുത്ത ദൈവദാസന്മാർ നിൽക്കുന്നത്. നിനക്കറിയത്തില്ലെങ്കിൽ നിന്റെ വാടഞ്ഞിരിക്കട്ടെ. സാജൻ പാസ്റ്ററെ ഫലപ്പടി പിന്നിൽ നിന്ന് ഈ തേളിങ്ങനെ കുത്തുമ്പോൾ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകാറുണ്ട്. നമ്മൾ ചോദിക്കും, കർത്താവ് എന്തിനാ അവനിങ്ങനെ കുത്തിയത് അല്ലെങ്കിൽ അവളിങ്ങനെ കുത്തിയത്? മക്കളെ, ആ ബാക്കിൽ നിന്ന് ദൈവം അനുവദിച്ചിട്ടാ ഈ കുത്ത് നിനക്ക് വരുന്നത്. ഒരിക്കൽ കൂടെ, ദൈവം അനുവദിച്ചിട്ടാ ഈ കുത്ത് നിന്റെ ലൈഫിൽ വരുന്നത്. ദൈവം അറിയാതെയല്ല. എന്തുകൊണ്ടാണ് ദൈവം ഈ കുത്ത് അനുവദിച്ചതെന്നറിയോ? ഇല്ലെങ്കിൽ നീ അവിടെ സ്റ്റാഗ്നൻ്റ് ആകും.
ഇല്ലെങ്കിൽ നീ അവിടെ സ്റ്റാഗ്നൻ്റാ. പക്ഷേ കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, മഹത്വത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നത് പലപ്പോഴും നീ കടന്നു പോയതായ ക്രൈസിസാണ്. നീ വന്നത് കാറിലല്ല വന്നത്. ഇത്രത്തോളം നീ ഉയർന്നെങ്കിൽ, നീ മാനിക്കപ്പെട്ടെങ്കിൽ, പ്രയോജനപ്പെട്ടെങ്കിൽ, മൂർച്ചയായെങ്കിൽ ക്രൈസിസിലൂടെയാണ് നീ വന്നത്. എല്ലാ ശക്തന്മാരും സെമിനാറുകളിൽ നിന്നല്ല പുറത്തിറങ്ങിയത്. എല്ലാ ശക്തന്മാർ വന്നത് സ്തോത്രം അതേ സെമിനാറിൽ നിന്നല്ല വന്നത്. എല്ലാ ശക്തന്മാരും വന്നത് ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളിൽ നിന്നാണ്, തീച്ചൂളകളിൽ നിന്നാണ്. നിന്നെ എത്രത്തോളം തകർക്കാൻ ശത്രു നോക്കുമോ അത്രത്തോളം ദൈവം നിന്നെ മൂർച്ച ഉള്ളവനാക്കി തീർക്ക്. അനുഭവിച്ചവരുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. എത്രത്തോളം ശത്രു നിന്നെ തകർക്കാൻ നോക്കുമോ ഈ കാലഘട്ടത്തിൽ അത്രത്തോളം പിശാചിന്റെ രാജ്യത്തിന് നീ ഭീഷണിയുള്ളവനായിരിക്കും. In Jesus' name. Hallelujah. അതുകൊണ്ട് ബാക്ക് സൈഡ് ഓപ്പൺ ആണ്. അതുകൊണ്ട് സ്തോത്രം കർത്താവിനെ അറിയാം, തേളിൻ്റെ ആക്രമണം പിന്നിലുണ്ട്. നമ്പർ 2, രണ്ടാമത് പറയട്ടെ. യെരിഹോവിനെ കുറിച്ച് ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ ദൂത് ഇതാണല്ലോ, കൊള്ളാം, സ്തോത്രം, ഹല്ലേലൂയ. ഈ യെരിഹോ വന്നപ്പോൾ, ചെങ്കടൽ വന്നപ്പോൾ, അനാക്യ മല്ലന്മാർ വന്നപ്പോൾ, പ്രോബ്ലംസ് ചാലഞ്ചസ് വന്നപ്പോൾ ഒരു പ്രാവശ്യം പോലും ദൈവം പറഞ്ഞില്ല, മക്കളെ നീ ബാക്ക് കാണിച്ച് പിന്നിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞില്ല. അവൻ്റെ ബാക്ക് ഓപ്പൺ ആണെങ്കിലും ദൈവജനത്തെ നോക്കി ദൈവം പറഞ്ഞു, മുന്നോട്ട് പോ, മുന്നോട്ട് പോ, ആകെ വിടോ, മുന്നോട്ട് പോ, മുന്നോട്ട് പോ. നിനക്ക് ചെങ്കടൽ ഇന്ന് പകലുണ്ടെങ്കിൽ, നിനക്കിന്ന് പകൽക്കാലം ഒരു യെരിഹോ ഉണ്ടെങ്കിൽ, നിന്റെ മുൻപിൽ മല്ലന്മാരുണ്ടെങ്കിൽ, നിന്റെ മുൻപിൽ യോർദാൻ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ പ്രവചനാത്മാവിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി പറയുന്നു, കുഞ്ഞെ നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. നിനക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് മുന്നോട്ട് പോ. ഞണ്ട് പിന്നിലേക്കാണ് നടക്കുന്നത്, പക്ഷെ ഒഴുക്കിനെതിരെ നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ജീവനുള്ള മത്സ്യം. നീ ഞണ്ടല്ല, നീ മത്സ്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ഈ സഭ മുന്നേറുവാൻ പോകുകയാണ്. ഈ ദൈവദാസൻ മുന്നേറുവാൻ പോകുകയാണ്. കരങ്ങളെ ഉയർത്തി, 2 കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി, കുടുംബങ്ങൾ ഏറ്റെടുക്ക്. ഒരു മുന്നേറ്റം, 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 മുന്നേറ്റം. ജീവിതത്തിൻ്റെ സകല അനുഭവങ്ങളിൽ മുന്നേറ്റം വെളിപ്പെടട്ടെ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. അപ്പോൾ സ്തോത്രം, മുന്നിൽ ആരൊക്കെ സത്യമുണ്ട്, നീതി എന്ന കവചമുണ്ട്, സമാധാന സുവിശേഷം ഒരുക്ക കാലിന് ചെരുപ്പായുണ്ട്, വിശ്വാസമെന്ന പരിചയമുണ്ട്, രക്ഷയെന്ന ശിരസമുണ്ട്, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളുണ്ട്. പക്ഷേ ബാക്ക് ഓപ്പൺ ആണ്. പക്ഷേ ഭയപ്പെടല്ല, ഒരിക്കലും ശത്രു നിൻ്റെ പിൻപുറം കാണുകയില്ല. come on, that's a very important. അത് അമേസിങ് റെവലേഷനാണ്. നീ പിന്തിരിഞ്ഞോടുന്നത് ശത്രു ഒരിക്കലും കാണുകയില്ല. നീ തോൽക്കുന്നത് ശത്രു ഒരിക്കലും കാണുകയില്ല. നീ തോറ്റത് ഒരിക്കലും ഫിലദൽഫിയയും അമേരിക്കയും കാണുകയില്ല. നീ ജയിച്ചു മുന്നേറുന്നത് മാത്രമേ ലോകം കാണുകയുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, നീ ജയിച്ചു മുന്നേറുന്നതേ അതേ അമേരിക്ക കാണിക്കുള്ളൂ, ജനം കാണിക്കുള്ളൂ. കേട്ടവർ ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞേ. ഓക്കെ, ഈ റെവലേഷൻ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ഷോൺ, സ്തോത്രം, മോൻ്റെ മുൻവശം അങ്കിൾ കവർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സ്തോത്രം, നിനക്ക് പാമ്പിൻ്റെ അറ്റാക്ക് വരുമ്പോൾ നോ പ്രോബ്ലം, നിൻ്റെ ഫ്രണ്ട് സെക്യൂർഡാണ്, കവേർഡാണ്. പക്ഷേ സ്കോർപ്പിയൻ, സ്തോത്രം, തേള പിൻപിൽ നിന്ന് കുത്തുമ്പോൾ, സഹവിശ്വാസികൾ, മറ്റ് ദൈവദാസന്മാർ, മഞ്ഞപത്രക്കാരൻ, ഇവനൊക്കെ പിൻപിൽ നിന്ന് കുത്തുമ്പോൾ, കുറ്റം പറയുന്ന മറ്റവൻ സ്തോത്രം പിൻപിൽ നിന്ന് കുത്തുമ്പോൾ, അവൻ എങ്ങനെയെങ്കിലും തൊലയട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ എനിക്ക് കഴിയത്തില്ല. കാരണം എൻ്റെ സുവിശേഷം മഷിയല്ല, സ്നേഹമാണ്. ഈ പുസ്തകം എഴുതിയത് മഷി കൊണ്ടല്ല എഴുതിയത്, അകപ്പേ ലാവ്. സുവിശേഷ ശബ്ദം തേജോപദത്തിൻ്റെ ശബ്ദമല്ല. ഒരിക്കൽ കൂടെ, സുവിശേഷ ശബ്ദം വിമർശനത്തിൻ്റെ ശബ്ദമല്ല. സുവിശേഷത്തിൻ്റെ ശബ്ദം ചന്തസ്ഥലത്തിരുന്ന് വേറെ തന്നെ യൂട്യൂബിൽ കല്ലെറിയുന്ന ശബ്ദമല്ല. സുവിശേഷ ശബ്ദം സ്നേഹ ശബ്ദമാണ്. ഹല്ലേലൂയ. കുറ്റം പറയുന്ന മന്നന്മാരോട് ചോദിക്കുക, കഴിഞ്ഞ 10 വർഷം എത്ര എണ്ണത്തിന് സ്നാനപ്പെടുത്തി? കഴിഞ്ഞ 10 വർഷം എത്ര ചർച്ച് പ്ലാൻ ചെയ്തു? കഴിഞ്ഞ 10 വർഷം നിന്നിലൂടെ എത്ര ദൈവദാസന്മാർ എഴുന്നേറ്റു? നീ ഒത്തിരി പേരെ മുറിവേൽപ്പിച്ചു, ശരിയാണ്. ഒത്തിരി പേർക്ക് നീ ഇടർച്ച വരുത്തി, ശരിയാണ്. വെല്ലുവിളിച്ചു ചോദിക്ക്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തോ ഉണ്ടായി നിന്റെ ലൈഫിലൂടെ? നീ പാഴ്വൃക്ഷമാണോ, നീ ഫലവൃക്ഷമാണോ ദൈവസഭയിൽ?
അതുകൊണ്ട് ഒരുവൻ സ്തോത്രം പിന്നിലൂടെ ഒരുത്തനെ തകർക്കുമ്പോൾ, സാജൻ പാസ്റ്ററിനെതിരെ ആരെങ്കിലും പിന്നിലൂടെ ആക്രമിക്കുമ്പോൾ, പിന്നിൽ നിന്ന് ആരെങ്കിലും പറയും. ഈ കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് സംസാരിക്കും. പൗലൂസ് സ്തോത്രം പത്രോസ് തെറ്റിപ്പോയപ്പോൾ പൗലൂസ് മുഖാമുഖമായി സംസാരിച്ചു. ദാറ്റ് മീൻസ് നേരിട്ട് ചോദിച്ചു. അല്ലാതെ പൗലൂസ് വേറെ സഭകളിൽ കയറി ഇറങ്ങി അവൻ ആൾ ശരിയല്ല എന്നല്ല പറഞ്ഞേ. ആരോട് പറയാൻ എൻ്റെ കർത്താവേ സ്തോത്രം. പൗലൂസ് മുഖാമുഖമായി സംസാരിച്ചു. വല്ല അടുത്തിരിക്കുന്നവർ നോക്കി പറ, വല്ല ഉണ്ടെങ്കിൽ നേരിട്ട് പറ 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 വല്ല ഉണ്ടെങ്കിൽ നേരിട്ട് പറ പറ. എൻ്റെ പൊന്നെ, നിങ്ങൾ എന്ത് ഈ ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ? കമാൺ, വല്ലതും ഉണ്ടെങ്കിൽ നേരിട്ട് പറ. ഇല്ലാതെ വേറെ വല്ലവരോട് ഫോണിൽ പറയാതെ. അമ്മാമേ വല്ലതും ഉണ്ടെങ്കിൽ നേരിട്ട് പറ, സ്ട്രെയിറ്റ് പറ. ഈ ഇൻട്രഡക്ഷനോടെ ആരംഭിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഇവനെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നത് ഞാൻ കാണുമ്പോൾ ഇത് സ്നേഹ മാർഗമായതുകൊണ്ട്, ഇത് ആഭരണം മാറ്റുന്ന മാർഗവും വെള്ളവസ്ത്രം ഇടുന്ന മാർഗവും അല്ല. നമുക്കുള്ള കുഴപ്പം, നമ്മൾ ഈ ആഭരണം മാറ്റി കളർ വസ്ത്രം മാറ്റി, പക്ഷെ കുഞ്ഞാമിയും കുശുമ്പും കുതികാൽ വെട്ടുമെടുത്ത് അകത്തിട്ടു. അതല്ല വേദപുസ്തകം പറയുന്നത്. ഇത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ പിൻപിൽ നിന്ന് ഒരാക്രമണം വരുമ്പോൾ ദൈവസ്നേഹമുള്ള ഞാൻ ചെയ്യുന്നത്, ഞാൻ അവനെ കവർ ചെയ്യും. ഷോണേ 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 പേടിക്കണ്ടേ, അങ്കിൾ പിന്നിലുണ്ടേ. സാജൻ പാസ്റ്ററേ, തിരുവനന്തപുരത്തുള്ളൊരു സഹോദരൻ പിന്നിലുണ്ടേ. വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. ഏത് തേള് വന്നാലും വിട്ടുകൊടുക്കല്ല. എൻ്റെ സഭയെ വിട്ടുകൊടുക്കല്ല, എൻ്റെ ദൈവദാസന് വിട്ടുകൊടുക്കല്ല, കൂട്ടുവിശ്വാസി വിട്ടുകൊടുക്കല്ല. അവനെ കവർ ചെയ്തിട്ട് പറയണം, നോക്ക് എൻ്റെ ഉണ്ട കണ്ണിൽ നോക്ക്, എൻ്റെ ഉണ്ട കണ്ണിൽ നോക്ക്. നിങ്ങൾ TJയുടെ ആളാണോ PS വേളാണോ, നിങ്ങൾ KJ മാത്യുവിൻ, ഐ വോണ്ട് കെയർ. ഞാൻ പറയുന്ന സുവിശേഷമാണ്. കൂടെ ഉള്ള ഒരു സഹോദരനെ വിട്ടുകൊടുക്കല്ലേ, കവർ ചെയ്തിട്ട് പറയണം, പന്നപ്പിശാചേ ഞാൻ അവൻ്റെ ബാക്ക് കവർ ചെയ്യുകയാണ്, ഞാൻ അവനെ ബാക്കപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് സഹോദരനോട് പറയണം, ബ്രദർ നീ ഒറ്റക്കല്ല, ദൈവദാസനെ നീ ഒറ്റക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, നമ്മൾ ഒരുമിച്ച് ഉപവസിക്കും, നമ്മൾ ഒരുമിച്ച് ജയിക്കും, നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കും. അല്ലാതെ മറ്റൊരുവനെ ഒതുക്കുന്നതല്ല സുവിശേഷം. താങ്ക്സ് മക്കളെ, ട്രാൻഡത്ത് വരണം കേട്ടോ. സ്തോത്രം. നോക്ക്, മറ്റുള്ളവനെ ഒതുക്കുന്നതല്ല സുവിശേഷം, മറ്റുള്ളവനെ കല്ലെറിയുന്നതല്ല സുവിശേഷം, മറ്റുള്ളവനെ തകർക്കുന്നതല്ല സുവിശേഷം, മറ്റുള്ളവനെ കൊല്ലുന്നതല്ല സുവിശേഷം. നീ എത്ര വമ്പരെങ്കിലും കൊമ്പരെങ്കിലും ഒരു ദിവസം ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോൾ അവൻ നിന്നോട് ചോദിക്കും, വേർ ഈസ് യുവർ ബ്രദർ? ഓ പോയി പോയി പോയി. അന്ന് കർത്താവ് നിന്നോട് ചോദിക്കും, നിന്റെ സഹോദരൻ എന്തിയേ? ഞാൻ നിർത്തി. സായം പാസ്റ്ററെ, ഒരു മിനിറ്റ്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് സ്തോത്രം അന്യോന്യം കവർ ചെയ്യുന്നതാണ്, മറ്റുള്ള മുറിവ് കെട്ടുന്നതാണ്. അതിൻ്റെ പേരാണ് ഗോസ്പൽ. ഈ സ്ഥലത്തിനടുത്ത്, ഫിലദൽഫിയയ്ക്ക് അടുത്ത് ഒരു വലിയ മിനിസ്ട്രി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഡെയിലി TV പ്രോഗ്രാം, വലിയ ടെലിവിഷൻ ചാനൽ, ഐ തിങ്ക് വലിയ ചർച്ച്, ഇതൊക്കെ ആ ദേവദാസനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട്, നോബഡി ഈസ് പെർഫെക്റ്റ്. ആരെയും വിധിപ്പാൻ ഞാൻ ആളല്ല, ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. റേച്ചാൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചു, ആരുടെയും കുറ്റം പറയത്തില്ല. അത് ബ്രദർ സുരേഷ് ബാബുവിൻ്റെ ഭയങ്കര പ്ലസ് പോയിൻ്റാണ്. ഹല്ലേലൂയ, സ്തോത്രം. കീപ് ഇറ്റ് അപ്പ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തന്നെ നല്ല ട്രീറ്റ് കൊടുക്കാറുണ്ട്. വല്ലവൻ്റെ കഴുത്ത് വെട്ടുന്നതിനേക്കാൾ ഇടയ്ക്കിടയ്ക്ക് സ്വന്തമായി കേക്ക് മുറിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഗുഡ്. അപ്പോൾ വേറൊരുത്തൻ്റെ കുറ്റം പറയാൻ നമ്മൾ ആളല്ലല്ലോ. വലിയൊരു ശുശ്രൂഷ, ഡെയിലി TV പ്രോഗ്രാം, TV ചാനലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ദേവദാസൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അദ്ദേഹം അറസ്റ്റിലായി, ജയിലുമായി. 7000 പേരുടെ ചർച്ച് തകർന്നു, ചെതറി, ദേശത്ത് മുഴുവൻ നാണം കെട്ട്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, ആരായിരിക്കും? ഹല്ലേലൂയ. കാരണം ചിലർ വീണു എന്ന് കേൾക്കാൻ ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്, ചിലർ തകർന്നു എന്ന് കേൾക്കാൻ ഭയങ്കര ആവേശമാണ്.
ആ ദേവദാസൻ ജയിലിലായി. സ്തോത്രം. താൻ ജയിലിൽ കിടക്കുക. കുടുംബം പോയി, ചർച്ച് പോയി, നാട്ടുകാർ മുഴുവൻ വെറുത്തു. ടി വി കമ്പനിക്കാർ, ടി വി സെക്കുലർ ടി വി മുഴുവൻ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. ഒരു ക്രിസ്മസ് സീസണിൽ അദ്ദേഹം ഇതാ കരഞ്ഞ് ആ ജയിലിൽ കിടക്കുക. അപ്പം അന്ന് ആ ജയിലിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്നതായ ജോലി ടോയ്ലറ്റ് ക്ലീനിങ് ആയിരുന്നു. ഭയങ്കര ദേവദാസനായിരുന്നു. പക്ഷേ ആ ഡിസംബർ മാസത്തിൽ പനി പിടിച്ച് ആയിരിക്കുന്ന ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജോലി, സ്തോത്രം, ടോയ്ലറ്റ് ക്ലീനിങ്. പെട്ടെന്ന് ഒരു പോലീസുകാരൻ ആ ജയിലിൻ്റെ സെല്ലിൽ വന്നിട്ട് പറഞ്ഞു, യു ഹാവ് എ വിസിറ്റർ, നിങ്ങൾക്കൊരു സന്ദർശകനുണ്ട്. അദ്ദേഹം, സ്തോത്രം, ആ പോലീസുകാരനോടുകൂടി എഴുന്നേറ്റ് ആ സന്ദർശകനെ കാണാൻ ലോബിയിലേക്ക് വന്നപ്പോൾ, സ്തോത്രം, മറ്റൊരു പോലീസുകാരൻ വലിയൊരു ബൊക്കെ, നല്ലൊരു എൻവലപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ബ്യൂട്ടിഫുൾ എൻവലപ്പ്, മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബൊക്കെ. ഇതാരാ തന്നേ? ആ വിസിറ്റർ തന്നതാണ്. നല്ല ബൊക്കെ, സ്തോത്രം, നല്ല കാർഡ്. ഇത് തന്ന ആള് ലോബിയിലുണ്ട്, വന്നാട്ടെ. ലോബിയിലേക്ക് വന്നപ്പോൾ ഉയരമുള്ള ഒരാൾ ചാര നിറത്തിലുള്ള സ്യൂട്ടിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. ഒരു കയ്യിൽ വിറയ്ക്കുന്ന കാർഡും മറ്റേ കയ്യിൽ ബൊക്കയുമായി അദ്ദേഹം വന്നു. അയാൾ തന്നതാ. ആ ബൊക്കെ അദ്ദേഹം ടേബിളിൽ വെച്ചിട്ട് കാർഡ് തുറന്ന് നോക്കുമ്പോൾ അതൊരു മ്യൂസിക് കാർഡായിരുന്നു. ആ മ്യൂസിക് കാർഡിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെട്ടു, ഒരു പാട്ട് പുറപ്പെട്ടു. ആ പാട്ട് ഇതായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ആയിരക്കണക്കിന് കാർഡും നൂറുകണക്കിന് പ്രസൻറ്റും കിട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ, സ്തോത്രം, താൻ ജയിലിലാണ്. അദ്ദേഹം വീണ്ടും ആ ബൊക്കെയും ആ കാർഡിനും എടുത്ത് വിറയ്ക്കുന്ന കൈയോടെ ആ ലോബിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ആ മനുഷ്യനോട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഐ എം ജിം ബേക്കർ എന്ന് തൻ്റെ പേര് പറയുമ്പോൾ, എക്സ്ക്യൂസ് മീ, ഐ എം ജിം ബേക്കർ എന്ന് പേര് പറയുമ്പോൾ വന്ന ദൈവദാസൻ തിരിഞ്ഞു. അതാരെന്നറിയോ? സാക്ഷാൽ ബില്ലി ഗ്രഹാം. സാക്ഷാൽ ബില്ലി ഗ്രഹാം. സോ വാട്ട് ഈസ് ഗോസ്പൽ? എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? ശബ്ദമല്ല സുവിശേഷം, ബഹളമല്ല സുവിശേഷം, വേഷമല്ല സുവിശേഷം, അമേരിക്കയിലൊക്കെ പണത്തിന് വേണ്ടി ഇറങ്ങുന്നതല്ല സുവിശേഷം, സ്തോത്രം, എലക്ഷനല്ല സുവിശേഷം, ഖസേരപിടുത്തമല്ല സുവിശേഷം, പേരല്ല സുവിശേഷം, സ്നേഹമാണ് സുവിശേഷം. ജിം ബേക്കർ ജയിലിൽ കിടന്ന് പിടയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിവ് കെട്ടുവാൻ സാക്ഷാൽ ബില്ലി ഗ്രഹാം കടന്നു വന്നെങ്കിൽ, ഞാൻ നിർത്തി, നമ്മുടെ ചുറ്റുമിരിക്കുന്ന ആർക്കൊക്കെയോ മുറിവുകളുണ്ട്. ഇന്ന് പകൽക്കാലം, സ്തോത്രം, ഇന്ന് പകൽക്കാലം ഈ ദൂത് പറയാനാണ് കർത്താവിനോട് പറഞ്ഞത്. ബ്രദർ സുരേഷ് ബാബു ഒന്ന് യൂട്യൂബിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ ആ യൂട്യൂബ് ചാനൽ 3000 മെസ്സേജസ്, 3000-ലധികം പ്രസംഗങ്ങൾ കിടപ്പുണ്ട്. എനിക്ക് എത്രയോ പ്രസംഗം പറയായിരുന്നു. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവ് പറഞ്ഞത്, പോയി മുറിവേറ്റ എൻ്റെ ജനത്തോട് പറ. ഞാൻ പറഞ്ഞ, കർത്താവേ, എന്തിനാ ഈ ജനത്തോട് പറയേണ്ടത്? യേശുപ്പച്ചൻ പറഞ്ഞ ഇതാണ്, മുറിഞ്ഞവർക്ക് മാത്രമേ മുറിവെന്തെന്നറിയത്തുള്ളൂ. കൂടെ മുറിഞ്ഞവർക്ക് മാത്രമേ അങ്ങളെ മുറിവെന്തെന്നറിയത്തുള്ളൂ. തകർക്കുന്നവർക്ക് മാത്രമേ തകർച്ച എന്തെന്നറിയത്തുള്ളൂ. ഒറ്റപ്പെട്ടവർക്ക് മാത്രമേ ലോൺലിനെസ് എന്തെന്നറിയത്തുള്ളൂ. നിന്ദിക്കപ്പെട്ടവർക്ക് മാത്രമേ നിന്ദയുടെ കയ്പെന്തെന്നറിയത്തുള്ളൂ. പരിഹസിക്കപ്പെട്ടവർക്ക് മാത്രമേ പരിഹാസം എന്തെന്നറിയത്തുള്ളൂ. ലെറ്റ് മീ ടെൽ യു ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയായിരുന്നു. ആയിരക്കണക്കിന് ജനത്തിൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തുടർന്നുള്ള നാളുകളിൽ ഒരു നല്ല ശമരിയക്കാരനെ പോലെ ആയിരക്കണക്കിന് ജനത്തിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആയിരക്കണക്കിന് നീ ആശ്വസിപ്പിക്കുന്ന അപ്പനാണ്. ആയിരക്കണക്കിന് ജനത്തിന് നീ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയാണ്. ആയിരക്കണക്കിന് ജനത്തിന് നീ ഒരു നല്ല ശമരിയക്കാരനാണ്. ഹാരോഡിയ കണ്ണുനീരിൽ ജീവിച്ചവരെ, തകർച്ചകൾ കണ്ടവരെ, വ്യഥയും വേദനയും അനുഭവിച്ചവരെ, പിടഞ്ഞവരെ, എന്നും കണ്ണുനീരല്ല, എന്നും വേദനയല്ല, മുറിവ് കെട്ടുവാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ.